കൊട്ടി പാടാനേറെ കാരണമുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. ആമേൻ. സാധ്യതകളോ അസ്തമിച്ചു പോയപ്പോൾ, സോദരങ്ങളോ അകന്നു മാറിയപ്പോൾ, ആമേൻ. സാധ്യതകളോ അസ്തമിച്ചു പോയപ്പോൾ, സോദരങ്ങളോ അകന്നു മാറിയപ്പോൾ, സ്നേഹത്താൽ വീണ്ടെടുത്ത യേശുനാഥൻ സകലത്തിലും ജയം തന്നുവല്ലോ. സ്നേഹത്താൽ വീണ്ടെടുത്ത യേശുനാഥൻ സകലത്തിലും ജയം തന്നുവല്ലോ. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ കരുതിടണേ, ഇനിയും നടത്തേഴി തിരുവിതമോ. ഇനിയും കൃപ കരുതിടണേ, ഇനിയും നടത്തേഴി തിരുവിതമോ. അവൻ നിന്നതല്ല നാം ദൈവം നമ്മെ നിർത്തിയതാ, നേടിയതെല്ലാം ദൈവമെല്ലാം തന്നതല്ലേ. അവൻ നിന്നതല്ല നാം ദൈവം നമ്മെ നിർത്തിയതാ, നേടിയതെല്ലാം ദൈവമെല്ലാം തന്നതല്ലേ. നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥന് സ്തുതി പാടിടാം. നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥന് സ്തുതി പാടിടാം. എത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. എത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ കരുതിടണേ, ഇനിയും നടത്തേഴി തിരുവിതമോ. ഇനിയും കൃപ കരുതിടണേ, ഇനിയും നടത്തേഴി തിരുവിതമോ. അവൻ ഉയർത്തില്ലെന്ന് ശത്രുഗണം ബാധിക്കുമ്പോൾ, തകർക്കുമെന്ന് ഭീതിയും മുഴങ്ങിടുമ്പോൾ,
How many of you have this thought in your mind that I will worship God with all my strength and I have worshipped God? ആമേൻ. Hallelujah. വേറെ ഒരു ബിസിനസ് നമ്മുടെ ഈ ചർച്ചിൽ There is no other business in this church. നമുക്ക് ദൈവത്തെ ആരാധിപ്പാൻ ദൈവസ്ഥലത്ത് And God gave this space so that we can worship Him. ദൈവത്തിൽ നിന്ന് കേൾക്കുവാനും ദൈവത്തിന്റെ ഹിതം അറിയുവാനും നമ്മൾ ആരാധനാലയം. And to listen from God and to know His will. That's why God has given this place to us. ഹല്ലേലൂയ. Hallelujah. നമ്മെ തിരഞ്ഞെടുത്ത് അതിനുവേണ്ടിയാണ്. And God chose us for that reason. നമ്മുടെ ആവശ്യങ്ങളെല്ലാം ദൈവം അറിയുന്നു. And all our needs, God knows all our needs. നമ്മുടെ ആത്മീയവും ഭൗതികവും ശാരീരികവുമായ എല്ലാ ആവശ്യങ്ങളും ദൈവം അറിയുന്നു. All our needs, what we have in our life, physical, mental and financial, all our things God knows. ഈ സഭയിൽ അസംബ്ലീസ് ഓഫ് ഗോഡ് എലിമേജി ചർച്ചിലുള്ള ദൈവമക്കളെ, ഇവിടെ വന്നിരിക്കുന്ന ദൈവമക്കളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ ഹൃദയത്തെ ഏകാഗ്രമാക്കി അടുത്തിരിക്കുന്നവർ എന്തുടുത്തു, അവരാരാ വന്നത്, ആരാ പോകുന്നത്, അവരെവിടെ നിന്ന് എഴുന്നേറ്റ്, ഇതൊന്നും നോക്കാനുള്ള കാര്യമല്ല. And the children of God who are here today, this is not the place to look around who came, who is going. No, we have to have full heart and worship God. സർവശക്തനായ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് And looking at the face of our Almighty God. എനിക്ക് പുതിയ ശക്തിയോടെ എനിക്ക് ശക്തി തരണമേ, ബലം തരണമേ, എനിക്ക് അങ്ങേ ആരാധിക്കണമെന്നൊരു മനസ്സുണ്ടായി. We should have a mind that God, give me strength, give me courage to worship you, God. ഹല്ലേലൂയ. Hallelujah. ആമേൻ. സ്തോത്രം. Amen. എനിക്ക് ദൈവത്തെ ചെറിയൊരു അറിവ്, ഒരു പോയിന്റിന്റെ അറിവ് എനിക്കുള്ളൂ. I have very small knowledge about God in my life. അറിയുന്തോറും എനിക്ക് കൂടുതൽ അവനെ അറിയണമെന്നും അവനോട് അടുക്കണമെന്നും അവനെ ആരാധിക്കണമെന്നുള്ളൊരു ആഗ്രഹം എനിക്കുള്ളൂ. But I have a worship that day by day I need to come close to Him, I need to worship Him, I need to know Him more. Praise the Lord. Hallelujah. ഞാൻ നിങ്ങളുടെ പാസ്റ്ററല്ലേ? I'm your pastor. അവൻ എനിക്ക് ദൈവം തന്ന കാര്യമല്ലേ നിങ്ങളോട് പറയേണ്ടത്. I can only say whatever God has given to me. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? How many of you desire? ദൈവത്തിന്റെ പുനരുദ്ധാന ശക്തി ഇന്ന് രാവിലെ എന്നിൽ വ്യാപരിച്ചാൽ നിന്റെ രോഗങ്ങൾ കത്തി മാറുകയാണ്. If the resurrection power of God, Lord Jesus Christ, if it manifests upon us today, and all your sicknesses will be healed. ഹല്ലേലൂയ. Hallelujah. സകല ബോണ്ടേജുകൾ തകർന്നു പോവുകയാണ്. And all the bondages will be broken. അവൻ ആരും തലേ കൈവെക്കേണ്ട കാര്യമില്ല. No one need to come and lay their hands upon you. അവൻ ദൈവത്തിന്റെ ശക്തി നമ്മൾ വ്യാപരിക്കുമ്പോൾ And when the power of and all these things will happen when the power of God manifests upon us. അല്പസമയം കൊണ്ട് നമുക്ക് എഴുന്നേറ്റ് നിന്നാ ദൈവത്തെ. Let's all stand up in the presence of God for a few more minutes. എഴുന്നേൽക്കാൻ കഴിവുള്ളവർ എഴുന്നേറ്റാൽ മതി. രോഗികളോ പ്രയാസമുള്ളവരോ കാലിന് വേദനയുള്ളവരൊന്നും എഴുന്നേൽക്കേണ്ട കാര്യമില്ല. Those who are not well, they can sit. ദൈവകരങ്ങളിൽ നമ്മെ ഏൽപ്പിക്കുക. Let's all surrender ourselves in the hand of God. Hallelujah. Hallelujah. Oh, thank you, Lord. Thank you, Jesus. പാടും ഞാൻ യേശുവിൻ അതുല്യ സ്നേഹത്തെ, പാരിൽ പരദേശിയായി ആർക്കുന്ന വീട്ടിൽ. പാടും ഞാൻ യേശുവിൻ അതുല്യ സ്നേഹത്തെ, പാരിൽ പരദേശിയായി പാർക്കുന്ന വീട്ടിൽ. പാവനമാം ചട്ടമെന്റെ കീർത്തനങ്ങളത്രേ, നാൾതോറും അവകളെ ധ്യാനിക്കുന്നു. പാവനമാം ചട്ടമെന്റെ കീർത്തനങ്ങളത്രേ, നാൾതോറും അവകളെ ധ്യാനിക്കുന്നു. യേശുവൻ പ്രിയൻ, ക്രിസ്തേശുവൻ പ്രിയൻ, യേശുവെ പോൽ വേറെ പ്രിയനില്ലായേ. യേശുവൻ പ്രിയൻ, ക്രിസ്തേശുവൻ പ്രിയൻ, യേശുവെ പോൽ വേറെ പ്രിയനില്ലായേ. പർവ്വതമാം സമസനങ്ങളാലി നിർവാഗമില്ലാതെ ഞാൻ അലയും പോൽ. പർവ്വതമാം സമപ്രശ്നങ്ങളാലി നിർവാഗമില്ലാതെ ഞാൻ അലയും പോൽ. നിർമ്മാണ പദ്ധതി തന്നിൽ അവൻ എന്നെ നടത്തി, കർമ്മയോഗിയാക്കുന്നെന്നെ അനുദിനാഥോ. നിർമ്മാണ പദ്ധതി തന്നിൽ അവൻ എന്നെ നടത്തി, കർമ്മയോഗിയാക്കുന്നെന്നെ അനുദിനാഥോ. യേശുവൻ പ്രിയൻ, ക്രിസ്തേശുവൻ പ്രിയൻ, യേശുവെ പോൽ വേറെ
പ്രിയരില്ലായേ യേശുവിൻ പ്രിയൻ ക്രിസ്തേശുവിൻ പ്രിയൻ യേശുവെ പോൽ വേറെ പ്രിയരില്ലായേ കണ്ണുനീർ വഴി എണ്ണപ്പെട്ടോരാരും കൂട്ടില്ലെന്നാലോ കണ്ണുനീർ വഴി താര ഞാൻ നടന്നാലോ എണ്ണപ്പെട്ടോരാരും കൂട്ടില്ലെന്നാലോ എന്തിനോ എന്നുള്ള മൃഗകാലങ്ങുന്നു ആണവും എന്നെ സ്നേഹിക്കുന്ന യേശു ബലഹീനനോ എന്തിനോ എന്നുള്ള മൃഗകാലങ്ങുന്നു ആണവും എന്നെ സ്നേഹിക്കുന്ന യേശു ബലഹീനനോ യേശുവിൻ പ്രിയൻ ക്രിസ്തേശുവിൻ പ്രിയൻ ഓഹോ യേശുവെ പോൽ വേറെ പ്രിയരില്ലായേ യേശുവിൻ പ്രിയൻ ക്രിസ്തേശുവിൻ പ്രിയൻ ഓ യേശുവെ പോൽ വേറെ ഓ കഷ്ടതയാകുന്ന കഠിന ശോധനയിൽ നഷ്ടപ്പെടാതെ വിശ്വാസം കാപ്പാൻ കഷ്ടതയാകുന്ന കഠിന ശോധനയിൽ നഷ്ടപ്പെടാതെ വിശ്വാസം കാപ്പാൻ വിശ്വാസത്തിൻ നായകനും പൂർത്തിമാനുമായ യേശുവെ മാത്രം ഞാൻ നോക്കിയിടുന്നേ വിശ്വാസത്തിൻ നായകനും പൂർത്തിമാനുമായ യേശുവെ മാത്രം ഞാൻ നോക്കിയിടുന്നു യേശുവിൻ പ്രിയൻ ക്രിസ്തേശുവിൻ പ്രിയൻ യേശുവിൻ പോൽ വേറെ പ്രിയരില്ലായേ യേശുവിൻ പ്രിയൻ ക്രിസ്തേശുവിൻ പ്രിയൻ യേശുവിൻ പോൽ വേറെ പ്രിയരില്ലായേ മണ്ണാനും പൊഴിഞ്ഞിടുമെന്നോ എൻ പ്രിയൻ പരമ സമീപമായെന്നോ മണ്ണാനും അഴിഞ്ഞിടുമെന്നോ എൻ പ്രിയൻ പരമ സമീപമായെന്നോ ഏതിനും ഞാൻ ഒരുങ്ങുന്നു കൃപയാൽ നന്നോടും എനിക്കെന്റെ വീട്ടിൽ പോയാൽ ഏതിനും ഞാൻ ഒരുങ്ങുന്നു കൃപയാൽ നന്നോടും എനിക്കെന്റെ വീട്ടിൽ പോയാൽ മതി യേശുവിൻ പ്രിയൻ ക്രിസ്തേശുവിൻ പ്രിയൻ യേശുവെ പോൽ വേറെ പ്രിയരില്ലായേ യേശുവിൻ പ്രിയൻ ക്രിസ്തേശുവിൻ പ്രിയൻ യേശുവെ പോൽ വേറെ പ്രിയരില്ലായേ യേശുവിൻ പ്രിയൻ ക്രിസ്തേശുവിൻ പ്രിയൻ യേശുവെ പോൽ വേറെ പ്രിയരില്ലായേ ഹല്ലേലൂയ സ്തോത്രം നിങ്ങളുടെ മൈൻഡ് ക്ഷീണിക്കുന്ന കാലിന് വേദന ഉണ്ടാകുന്ന നീരുവരവും ചിന്തിക്കല്ലേ എനിക്ക് ദൈവാധിപ ശക്തി തരുന്ന ദൈവമാണ് Don't get tired. Don't think that you are going to have swelling in your leg. The power belongs to God, and God gave us the strength to worship. ദൈവ സാന്നിധ്യത്തിനകത്ത് നിറഞ്ഞു നിൽക്കുകയാണ്. The mighty power of the God is here in this church. The God presence here. Hallelujah. Oh, the power of the Holy Ghost. Healing അല്ല നടക്കി ശരീരത്തെ വിലകിരുന്നവരും മാറുകയാണ് രോഗങ്ങൾ മാറുകയാണ് Healings of fire of God. Restore the Holy Ghost. Receive the power. The Ghost in our lives. Behind us,
ഹല്ലേലൂയ. നോക്കിക്കേ, ഈ സമയം നിങ്ങൾ ദൈവദാസനെ ശ്രദ്ധിക്കണം. You should listen to the man of God carefully. അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്ന, അദ്ദേഹത്തിൽ വരുന്ന ദൈവവചനം ശ്രദ്ധിക്കണം. Means whatever the word of God coming out through him, you should listen to it very carefully. എന്നോടാണ് എനിക്ക് വേണ്ടി സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. And you should pray that God speak to me personally today. അദ്ദേഹത്തെ കൂടുതലായിട്ടൊന്നും എനിക്ക് അറിയത്തില്ല. I don't know much about him personally. പക്ഷെ വർഷങ്ങളായി എനിക്ക് ബന്ധമുണ്ട്. I know about him for many years. ഞാൻ പുള്ളിയുടെ ഒരു കാര്യവും പേഴ്സണലായി ചോദിച്ചിട്ടില്ല. I have not asked any അല്ലെ personal പുള്ളി things. പറയട്ടെ, നിങ്ങളൊന്ന് വിചാരിക്കുന്ന രീതി ഞാൻ സംസാരിക്കത്തേ ഇല്ല. ഞാൻ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിക്ക് എന്നെ അറിയാം, എനിക്ക് പുള്ളി അറിയാം. അത് ഞങ്ങൾ ആത്മാവിലുള്ള പരിചയം മാത്രമേ ഉള്ളൂ. We have connected only through the Spirit of God. ദൈവദാസനെ കൈയടിച്ച് സ്വാഗതം ചെയ്യും. Please welcome the servant of God. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ പരിശുദ്ധമേറിയ നാമം ഇന്ന് പകൽക്കാലവും വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധ സഭായോഗത്തിന്റെ മധ്യയിൽ വീണ്ടെടുക്കപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിനോടൊത്തൊരുമിച്ച് ക്രിസ്തുവിൽ ഞാൻ ഏറെ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ ദാസി കുഞ്ഞുങ്ങളോടൊത്തൊരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ ഒരിക്കൽ കൂടി ദൈവ അവസരങ്ങളെ ഒരുക്കിയതിനാൽ കർത്താവിന് നന്ദി. വർഷങ്ങൾക്ക് ശേഷം ഒരു ആരാധനയും കൂടെ ഒരുമിച്ച് കൂടുവാൻ ദൈവ അവസരങ്ങളെ ഒരുക്കി കർത്താവിൻ്റെ ദാസനും കുടുംബവും സഭയും കാണിക്കുന്ന എല്ലാ സ്നേഹത്തിനുമായി ക്രിസ്തുവേശുവിൽ എൻ്റെ നന്ദിയെ ഞാൻ പ്രകാശിപ്പിക്കുന്നു. കർത്താവ് നമ്മളെ സമൃദ്ധിയായി മാനിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. വളരെ പ്രതീക്ഷയോടെ തികഞ്ഞ പ്രാർത്ഥനയോടെ ദൈവാശ്രയ ബോധത്തോടുകൂടെ നാം ആയിരിക്കുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളോട് വ്യക്തമായി സംസാരിക്കുന്ന പകൽക്കാലമായി മാറട്ടെ. ഒരു പ്രസംഗവും ഒരു സാഹചര്യം അനുസരിച്ച് എടുക്കുന്നതല്ല, മറിച്ച് പ്രാർത്ഥനകൾക്കകത്ത് പരിശുദ്ധാത്മാവ് നൽകി തരുന്ന ആഴമേറിയ ദൈവീയമാകുന്ന നിയോഗമാണ് പ്രസംഗിക്കുന്നത്. കേരളത്തിലെ പല ചർച്ചുകളിൽ നിന്നും അന്യപ്പെട്ടു പോകുന്ന ഒരു ദൈവ സാന്നിധ്യം ഈ ആലയത്തിൻ്റെ അകത്ത് നിറഞ്ഞു നിൽക്കുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ വിവിധമാകുന്ന ചർച്ചുകളിൽ ശുശ്രൂഷിക്കാൻ പോകുന്നതാണ്. പക്ഷേ ഇവിടെ ഒരു അസാധാരണമാകുന്ന ദൈവ സാന്നിധ്യം, എത്ര പേർക്ക് അത് മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. ഞാനത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ ഈ നല്ല പ്രായത്തിലും കർത്താവിന് വേണ്ടി എരിവോടെ ശക്തിയോടെ ചാടി നൃത്തം ചെയ്തൊക്കെ ആരാധിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ എത്രത്തോളം ദൈവത്തെ ആരാധിക്കുവാൻ പ്രാധാന്യം കൊടുക്കണം. ദൈവം ആ ദൈവ മനുഷ്യന് കൊടുത്തിരിക്കുന്ന എല്ലാ ആത്മീയമാകുന്ന താലന്തുകൾക്കായി നിയോഗത്തിനായി നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പലപ്പോഴും ഞാൻ ഇവിടെ വരുമ്പോൾ ഞങ്ങളോട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയാറുണ്ട്. അതെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് അനുവർത്തിക്കാറുണ്ട്. കാരണം അത് ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാണ്. പ്രൈസ് ദി ലോർഡ്. പ്രസംഗത്തിന് അല്പ വേഗതയുണ്ട്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ കഴിഞ്ഞ ദിവസമെല്ലാം ഞങ്ങൾ കർണാടകയിലൊക്കെ ശുശ്രൂഷിക്കാൻ പല സ്റ്റേറ്റുകളിൽ പോകുമ്പോൾ കർത്താവിൻ്റെ ദാസൻ ശുശ്രൂഷിക്കുന്ന സമയത്ത് എന്നെക്കാൾ വേഗതയാണ്. ട്രാൻസ്ലേഷൻ ചെയ്യുന്ന ആൾക്ക് പിടുത്തം കിട്ടത്തില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. അനുഗ്രഹിക്കപ്പെട്ട 2 കുഞ്ഞുങ്ങളുണ്ട്. മൂത്ത കുഞ്ഞ് 6 വയസ്സ്, രണ്ടാമത്തെ കുഞ്ഞ് 2.5 വയസ്സ്. പലപ്പോഴും ശുശ്രൂഷ മേഖലകൾ മിഷൻ പ്രവർത്തനത്തിനൊക്കെയും പോകുമ്പോൾ ഞാൻ പ്രസംഗിക്കുമ്പോൾ കുഞ്ഞിനെ ദൈവദാസി നോക്കും, ദൈവദാസി പ്രസംഗിക്കുമ്പോൾ ഞങ്ങൾ നോക്കും. അങ്ങനെ ഞങ്ങളുടെ നല്ല പ്രായത്തിൻ്റെ അകത്ത് കർത്താവിനെ അറിയുവാനും കർത്താവിന് വേണ്ടി നിൽക്കുവാനും ദൈവ അവസരങ്ങളെ ഒരുക്കി. സിവിൽ സർവീസിൽ 4 റാങ്കോടുകൂടെ തന്നെ ഇന്ത്യയിൽ പാസ്സായെങ്കിൽ തന്നെയും ജോലിക്കില്ല, കർത്താവിൻ്റെ വേലയ്ക്കെന്ന് സമർപ്പണത്തോടുകൂടെ തന്നെ ദൈവത്തിൻ്റെ രാജ്യത്തിന് വേണ്ടി ആമേ നിൽക്കുവാൻ ദൈവ അവസരങ്ങളെ ഒരുക്കി. ഇന്നലെ എൻ്റെ സാക്ഷിയൊക്കെയും പറഞ്ഞുവല്ലോ, ഞങ്ങൾക്ക് കർത്താവിൻ്റെ ദർശനപ്രകാരം വിളിക്കനുസരിച്ച് ദൈവം പറയുന്നിടത്ത് ഭാഷ നോക്കാതെ കടന്നുപോയി ദൈവം ഒത്തിരി ദൈവപ്രവർത്തികളെ ദൈവത്താൽ ചെയ്തെടുക്കുന്നു. അപ്പോൾ തന്നെ അനവധി ചർച്ചകൾ ദൈവം ഞങ്ങൾക്ക് നൽകി തന്നിട്ടുണ്ട്. അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകന്മാർ നൽകി തന്നിട്ടുണ്ട്. ഞങ്ങളെ ഓർത്തും ശുശ്രൂഷയെ ഓർത്തും വിശേഷാൽ പ്രാർത്ഥിക്കണമെന്ന് ദൈവത്തിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ഇന്നലത്തെ ശുശ്രൂഷ എത്ര പേർക്ക് അനുഗ്രഹമായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. സിയോൻ്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ ഒരു സ്വപ്ന തുല്യമാകുന്ന മറുപടി, ഒരു സ്വപ്ന തുല്യമാകുന്ന മറുപടി, വിശ്വസിച്ച ഒരു സ്വപ്ന തുല്യമാകുന്ന മറുപടി. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത വിധത്തിൽ ഒരു ദൈവീയമാകുന്ന മറുപടി നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് സന്ധിക്കും. സിയോനെ ഓർത്തപ്പോൾ ഇസ്രായേൽ ജനം കരഞ്ഞു. എവിടെ? പഴയ ആത്മീയ നിലവാരം, ആരാധന, പ്രാർത്ഥനയുടെ, വിശുദ്ധിയുടെ നിലവാരത്തിലേക്ക് അവർ കടന്നു വരുവാൻ, അവർ അതിനെ ഓർത്ത് കരയുവാൻ ഇടയായിത്തീരും. നമ്മുടെ കരച്ചിലുകൾ പഴയ ആത്മീയ നിലവാരങ്ങളെ ഓർത്താകട്ടെ. ഇന്നലെ ഞാനിങ്ങനെ ആത്മാവിൽ പറഞ്ഞു, അടുത്തൊരു ആരാധനയ്ക്ക് കടന്നു വരുമ്പോൾ നിങ്ങൾ ആരെയും ദൈവസന്നിധിയിൽ വിളിക്കണം ആരാധനയ്ക്ക് വേണ്ടി. സ്തോത്രം പറഞ്ഞാട്ടെ.
അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കുകയും മറ്റുള്ളവരെ ക്ഷണിക്കുകയും ചെയ്യുന്ന പക്ഷം ദൈവരാജ്യം നമ്മളിലൂടെ വളരും, ദൈവരാജ്യം നമ്മളിലൂടെ പ്രബലപ്പെടും. സ്തോത്രം പറഞ്ഞാട്ടെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന ഒരു വേദചിന്തയിലേക്ക് വേഗത്തിൽ ശ്രദ്ധ തിരിക്കുവാൻ കർത്താവിൻ്റെ ആത്മാവിൽ ശരണപ്പെടുന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 23-ാമത്തെ അധ്യായം അതിൻ്റെ 11-ാമത്തെ തിരുവെഴുത്ത്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 23-ാമത്തെ അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം. സാക്ഷീകരിക്കേണ്ടതാകുന്നു എന്ന് അരുളിച്ചെയ്തു. ഒരിക്കൽ കൂടി വായിച്ചാട്ടെ. രാത്രിയിൽ കർത്താവ് അവന്റെ അടുക്കൽ നിന്ന് ധൈര്യമായിരിക്ക, നീ എന്നെക്കുറിച്ച് യെരൂശലേമിൽ സാക്ഷീകരിച്ചതുപോലെ റോമയിലും സാക്ഷീകരിക്കേണ്ടതാകുന്നു എന്ന് അരുളിച്ചെയ്തു. രാത്രിയിൽ കർത്താവ് അവൻ്റെ അടുക്കൽ നിന്ന് ധൈര്യമായിരിക്കുക, നീ എന്നെക്കുറിച്ച് യെരൂശലേമിൽ സാക്ഷീകരിച്ചതുപോലെ റോമിലും നീ എന്നെക്കുറിച്ച് സാക്ഷീകരിക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട നല്ല വചനത്തിനായി കർത്താവിന് നന്ദി പറയുന്നു. വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിൻ്റെ അകത്ത് നിൽക്കുന്ന പൗലോസിൻ്റെ ജീവിതത്തിൻ്റെ അകത്ത്, കാരാഗ്രഹത്തിൻ്റെ അകത്ത് സർവശക്തനാകുന്ന ദൈവം മയങ്ങാത്തവനായി ഉറങ്ങാത്തവനായി ഇസ്രായേലിൻ്റെ പരിപാലകനാകുന്ന തേജോമയനാകുന്ന ദൈവം പൗലോസിന് വേണ്ടി ഇറങ്ങി വന്നു. പൗലോസിനെ സർവശക്തനാകുന്ന ദൈവം ബലപ്പെടുത്തുക, നീ ധൈര്യമായിരിക്കുക. സ്തോത്രം പറ. അടുത്തിരിക്കുന്നവർക്ക് കൈ കൊടുത്തിട്ട് പറ, നിങ്ങൾ ധൈര്യമായിരിക്കുക. എല്ലാ അധൈര്യത്തിൻ്റെ ആത്മാവും നിങ്ങളെ വിട്ട് യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ വഴിമാറട്ടെ. പൗലോസിനോട് പറയുന്നു, പൗലോസേ നീ ധൈര്യമായിരിക്കുക. സ്തോത്രം. നീ യെരൂശലേമിൽ എന്നെ സാക്ഷീകരിച്ചതുപോലെ നീ റോമിലും എന്നെ സാക്ഷീകരിക്കും. ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാവിലൊരു ദൈവീയ സന്ദേശം കൈമാറ്റം ചെയ്യാം. ഒന്ന്, നിന്റെ കാര്യാദികൾക്ക് നടുവിൽ ഇനി ഇടപെടാൻ പോകുന്നത് ദൂതനല്ല, നിന്റെ കാര്യാദികൾക്ക് നടുവിൽ ഇടപെടാൻ പോകുന്നത് സർവശക്തനാകുന്ന ദൈവമാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കർത്താവിന് നന്ദി പറഞ്ഞു. പഴയ നിയമത്തിൻ്റെ അകത്തും പുതിയ നിയമത്തിൻ്റെ അകത്തും പല സ്ഥാനങ്ങൾക്കകത്ത് ദൈവം തൻ്റെ ദൂതനെ ദൈവത്തിൻ്റെ പ്രതിനിധിയായി, ദൈവത്തിൻ്റെ ദൂതുവാകിയായി അയച്ചിട്ടുണ്ട്. എന്നാൽ ദൈവം പല സ്ഥാനത്തും നേരിട്ടിറങ്ങി വന്നിട്ടുണ്ട്. സ്തോത്രം പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം ഇസ്രായേലിൽ ചെന്നപ്പോൾ ഇസ്രായേലിൻ്റെ പ്രോട്ടോകോൾ ലംഘിച്ചുകൊണ്ട് അവിടുത്തെ മന്ത്രിയാകുന്ന ബെഞ്ചമിൻ നെതന്യാഹു നേരിട്ട് വന്ന് പ്രധാനമന്ത്രിയെ സ്വീകരിച്ചു. സ്തോത്രം പറഞ്ഞാട്ടെ. അല്ലെങ്കിൽ ആ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി അയക്കപ്പെടുന്ന ആൾ മാത്രമേ ആ രാജ്യത്തിൻ്റെ നേതാവിനെ സ്വീകരിക്കുവാൻ കടന്നു വരുമ്പോൾ പലപ്പോഴും അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന ട്രംപ് പലപ്പോഴും പ്രോട്ടോകോൾ ലംഘിച്ചു നേരിട്ട് വന്ന് ചില കാര്യങ്ങൾക്ക് നടുവിൽ സ്വീകരിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രികാലം ഞാൻ ശ്രദ്ധിച്ച് പഴയ നിയമത്തിന്റെ അകത്തും പുതിയ നിയമത്തിന്റെ അകത്തും പല സ്ഥാനത്തും ദൈവത്തിന്റെ പ്രതിനിധിയായി, ദൈവത്തിന്റെ ദൂതവാഹിയായി ശക്തന്മാരാകുന്ന ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങി വന്നിട്ടുണ്ട്. എന്നാൽ പലയിടത്തും ദൂതന്മാരെ അയക്കാതെ ദൈവം ഡയറക്റ്റായി ഇറങ്ങി വന്നിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ഏലിം ചർച്ചിനെ നോക്കി ആത്മാവ് തരുന്ന ഒരു ദൈവീയ ദൂത് ഞാൻ കൈമാറ്റം ചെയ്യുക. നിന്റെ വിഷയങ്ങൾക്ക് നടുവിൽ ഇനി ദൂതനെ അല്ല ദൈവം അയക്കപ്പെടാൻ പോകുന്നത്, മറിച്ച് ദൈവം തന്നെ ചില വിഷയങ്ങൾക്ക് നടുവിൽ ഡയറക്റ്റായി നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് അത്ഭുതങ്ങളെ ചെയ്യുമെന്ന് പറഞ്ഞാൽ എത്ര പേർ കരമടിച്ചുകൊണ്ട് ദൈവത്തിന് നന്ദി പറഞ്ഞു? ഇന്ന് രാത്രികാലം വിശ്വസിച്ചു, പൗലോസ് നിന്റെ വിഷയങ്ങൾക്ക് നടുവിൽ ദൈവം ഇറങ്ങി വരാൻ പോകുകയാ. നിന്റെ കൂടാരത്തിന്റെ അകത്ത് ദൈവം ഇറങ്ങി വരാൻ പോകുകയാ. നിന്റെ ജോലിയുടെ മേഖലകൾക്ക് നടുവിൽ ദൈവം ഇറങ്ങി വരാൻ പോകുകയാ. നിന്റെ തലമുറയുടെ വിഷയങ്ങൾക്ക് നടുവിൽ ദൈവം ഇറങ്ങി വരാൻ പോകുകയാ. നീ ധൈര്യമായിരിക്കുക. യെരൂശലേമിൽ എന്നെ സാക്ഷീകരിച്ചതുപോലെ നീ റോമിലും എന്നെ സാക്ഷീകരിക്കും. യാക്കോബിന് വേണ്ടി സർവശക്തനാകുന്ന ദൈവത്തിന്റെ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്ത ഒരു സ്വപ്നം കാണുന്നു. മനോഹയുടെ അടുക്കൽ ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങി വരുന്ന ഒരു കാഴ്ച നമുക്ക് കാണുവാൻ സാധിക്കുന്നു. പ്രാർത്ഥനാ വീരനാകുന്ന ഏലിയാവ് എന്ന് പറയുന്ന തിശ്മയ്ക്കകത്ത് നിന്ന് ഉള്ള കൊച്ചു മനുഷ്യൻ വീരപ്രവർത്തികളുടെ പരമ്പരകൾ ആ മനുഷ്യനിലൂടെ സർവശക്തനാകുന്ന ദൈവം ചെയ്തു. രാജ്യങ്ങളെ നോക്കി ദൂത് പറഞ്ഞു, രാജാക്കന്മാരോട് ദൂത് പറഞ്ഞു, ആകാശത്തിന്റെ കിളിവാതിലുകൾ അവൻ അടച്ചു കളഞ്ഞു. 3.5 ആണ്ടുകൾക്ക് ശേഷമായി നാം ശ്രദ്ധിച്ച സാറേഫാത്തിലെ വിധവയുടെ ആദ്യമായി മരിച്ചവരെ ഉയർപ്പിച്ചത് പ്രാർത്ഥിച്ച പ്രാർത്ഥനാ മനുഷ്യനാകുന്ന ഏലിയാവാണ്. കർമ്മേലിന്റെ മലമുകളിൽ തീയിറക്കിയ മനുഷ്യൻ ഒറ്റയ്ക്ക് നിന്ന് അതിനുശേഷമായി ചൂരച്ചെടിയുടെ തണൽ കടന്ന് ഈ മനുഷ്യൻ വല്ലാതെ കരയുമ്പോൾ അവിടെ ദൈവം ഇറങ്ങി എന്നല്ല പറയുന്നത്, അവിടെ ദൂതനിറങ്ങി.
പുതിയ നിയമത്തിന്റെ അകത്ത് നാം വായിക്കുമ്പോൾ സഭയുടെ പോപ്പാകുന്ന പത്രോസിനെ കാരാഗ്രഹത്തിന്റെ അകത്തളത്തിൽ നിന്ന് വിടുവിക്കുവാൻ നിയോഗിക്കപ്പെട്ടത് സർവശക്തനാകുന്ന ദൈവത്തിന്റെ ദൂതൻ കാരാഗ്രഹത്തിന്റെ അകത്തളത്തിൽ ഇറങ്ങി പ്രാർത്ഥിക്കുന്ന ദാനിയേലിന് മറുപടിയുമായി 21-ാമത്തെ ദിവസം ദാനിയേലേ, നിന്റെ പ്രാർത്ഥനയുടെ മറുപടി പാർശ്വ ദേശത്തിലെ ദേശാധിപതി തടഞ്ഞു. ഞാൻ അവനോട് യുദ്ധം ചെയ്ത് പ്രാർത്ഥനയുടെ മറുപടിയുമായി മടങ്ങി വന്നിരിക്കുകയാ. ഇന്ന് രാത്രിക്കാലം ഞാൻ ആത്മാവിൽ ഒരു ദൂത് കൈമാറാ. ചില വിഷയങ്ങൾക്ക് നടുവിൽ ദൈവം തന്റെ ദൂതനെ അയക്കപ്പെടുമ്പോൾ ആത്മാവിൽ ഞാൻ ഒരു ദൂത് കൈമാറാ. ഒരു സ്പെഷ്യൽ വ്യക്തിയാണ് നീ, ദൈവത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തിയാണ് നീ. നിന്നോട് പറഞ്ഞ് എല്ലാ വാഗ്ദത്തങ്ങൾക്ക് നടുവിലും നിന്റെ പ്രതിസന്ധികൾക്ക് നടുവിൽ ഇനി ദൂതനല്ല ഇറങ്ങാൻ പോകുന്നത്, ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി വരാൻ പോകുകയാ. തീങ്കൽ മെഴുകുരുകി മാറുന്നത് പോലെ ചില പ്രതിസന്ധികൾ, ചില പ്രശ്നങ്ങൾ നിന്നെ വിട്ട് വഴിമാറാൻ പോകുകയാ. സ്തോത്രം പറഞ്ഞാട്ടെ, സ്തോത്രം പറഞ്ഞാട്ടെ, സ്തോത്രം പറഞ്ഞാട്ടെ. ഇന്ന് പകൽക്കാലം ഞാൻ ആമേൻ ഒരു കാര്യം പറയാ. ആമേൻ, പത്രോസിന് വേണ്ടി ദൈവം തന്റെ ദൂതനെ അയച്ചെങ്കിൽ പൗലോസിന് വേണ്ടി ദൂതനെ അല്ല അയക്കുന്നത്, പൗലോസിന് വേണ്ടി ദൈവം ഇറങ്ങി വരുവാനായിട്ട് ഇടയായി തീർന്നു. അതിനൊരു കാര്യമുണ്ട് കേട്ടോ. ഉന്നതമാകുന്ന വാഗ്ദത്തം നിന്റെ മേൽ കിടപ്പുണ്ട്. ഉന്നതമാകുന്ന വാഗ്ദത്തം നിന്റെ മിനിസ്ട്രിയോടുള്ള ബന്ധത്തിലുണ്ട്. ഉന്നതമാകുന്ന വാഗ്ദത്തം നിന്റെ തലമുറയോടുള്ള ബന്ധത്തിലുണ്ട്. ഇന്ന് രാത്രികാലം ദൈവം എന്നോട് പറയുന്നു, ദൂത് പറഞ്ഞ സർവശക്തനാകുന്ന ദൈവം തന്നെ നിനക്ക് വേണ്ടി ഇറങ്ങി വരും. വിശ്വസിക്കുന്നവർ കർത്താവിനൊന്ന് നന്ദി പറഞ്ഞാട്ടെ. Praise the Lord, praise the Lord, praise the Lord. അന്ന് രാത്രി പൗലോസിനോട് പറയാ, പൗലോസ് നീ ധൈര്യമായിരിക്കുക. യെരുശലേമിൽ എന്നെ സാക്ഷീകരിച്ചതുപോലെ നീ റോമിലും എന്നെ സാക്ഷീകരിക്കുക. എന്താ യെരുശലേമിന്റെ പ്രത്യേകത? യേശു കർത്താവ് പറഞ്ഞു, യെരുശലേമേ യെരുശലേമേ, ആമേൻ, പ്രവാചകന്മാരെ കൊല്ലുകയും തന്റെ അടുക്കൽ വരുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ. ഇന്ന് പകൽക്കാലം യെരുശലേം വേദന നിറഞ്ഞ അന്തരീക്ഷമാണ്. യെരുശലേം നിന്ദിക്കപ്പെടുന്ന അന്തരീക്ഷമാണ്. യെരുശലേം തള്ളപ്പെടുന്ന അനുഭവമാണ്. ആമേൻ. എന്നാൽ റോം എന്ന് പറയുന്നത് ദൈവം നിന്നോട് പറഞ്ഞ വാഗ്ദത്തമാണ്. ഇന്ന് പകൽക്കാലം യെരുശലേമിൽ കിട്ടാത്ത ഒരു ദൈവത്തിന്റെ മാന്യത റോമിന്റെ അകത്തുണ്ട്. യെരുശലേമിൽ വെളിപ്പെടാത്ത ഒരു ശുശ്രൂഷ റോമിന്റെ അകത്തുണ്ട്. വിശ്വസിക്കുന്നവർ കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. എത്രയോ പ്രവാചകന്മാർ വേദനപ്പെട്ടിട, എത്രയോ പ്രവാചകന്മാർ തള്ളപ്പെട്ടിട, എത്രയോ പ്രവാചകന്മാർ അകത്തളത്തിൽ ഞരങ്ങിയിട. എന്നാൽ സ്വന്തം ജനത്തിന്റെ നടുവിൽ ശുശ്രൂഷിപ്പോ കിട്ടാത്തൊരു മാന്യത റോമിന്റെ അകത്ത് കിട്ടുമെന്ന് ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്നുണ്ടെങ്കിൽ കർത്താവിന് മഹത്വം കൊടുത്ത് അതിൻ്റെ ഒരു അർത്ഥമുണ്ട്. ദൈവം നിനക്ക് വേണ്ടി ചില വാഗ്ദത്ത പ്ലേസുകൾ ഒരുക്കി തരാൻ പോകുക. ദൈവം നിനക്ക് വേണ്ടി ചില വാഗ്ദത്ത ലാൻഡുകൾ ഒരുക്കി തരാൻ പോകുക. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ദൈവത്തിന് നന്ദി പറഞ്ഞേ. പൗലോസ്, നിന്റെ ശുശ്രൂഷ യെരുശലേമിൽ ആമേൻ കടന്ന് തീരേണ്ടതല്ല. ദൈവം പറഞ്ഞ റോമുകളുണ്ട്, ദൈവം പറഞ്ഞ വാഗ്ദത്ത ദേശങ്ങളുണ്ട്, ദൈവം പറഞ്ഞ വാഗ്ദത്ത പ്ലേസുകളുണ്ട്. ഇന്ന് രാത്രികാലം എത്ര പേർക്ക് ആ ദൂതിന്റെ ആഴം മനസ്സിലായി? അതിനൊരർത്ഥമുണ്ട്. ദൈവം ചില വാഗ്ദത്തവുമായി കണക്ട് ചെയ്യാൻ പോവാ. Praise the Lord, praise the Lord, praise the Lord. ദൈവം പറഞ്ഞ ദൈവശബ്ദത്തിന് വേണ്ടി ഈ ദൈവ മനുഷ്യർ റോമിലേക്ക് യാത്ര ചെയ്യുന്നു. സഹോദര വർഗങ്ങളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവരെ ബലപ്പെടുത്തി ആമേൻ ദൈവത്തിന്റെ ആട്ടിൻകൂട്ടത്തെ മേയ്ക്കണമെന്നുള്ള വലിയ നിയോഗം കൊടുത്ത് ആമേൻ ശുശ്രൂഷകളെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഈ മനുഷ്യൻ യാത്ര ചെയ്യുമ്പോൾ വാഗ്ദത്തങ്ങളിലേക്കുള്ള യാത്ര ഈസി അല്ലായിരുന്നു. സ്വതന്ത്രം പറ, വാഗ്ദത്തങ്ങളിലേക്കുള്ള യാത്ര ഈസി അല്ലായിരുന്നു. അതിന് വിരോധമായി ചലിച്ചു തുടങ്ങിയ മാനുഷിക ശക്തികളുണ്ട്, അതിന് വിരോധമായി ചലിച്ചു തുടങ്ങിയ സാമ്രാജ്യ ശക്തികളുണ്ട്, അതിന് വിരോധമായി ചലിച്ചു തുടങ്ങിയ പൈശാചിക മണ്ഡലമുണ്ട്. ഏത് വിധേനയും നിന്റെ മേൽ പകരപ്പെടുന്ന ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ തടയുവാൻ, ഏത് വിധേനയും നീ കേട്ട ദൈവശബ്ദങ്ങൾ നിന്റെ ജീവിതത്തിന്റെ അകത്ത് വെളിപ്പെടാതിരിക്കുവാൻ, ഏത് വിധേനയും നീ പ്രാപിക്കേണ്ട ദൈവീയമാകുന്ന വിടുതലിന്റെ ഫലങ്ങൾ അത് നിന്നിലേക്ക് കടന്നു വരാതിരിക്കുവാൻ മാനുഷികമായി എഴുന്നേൽക്കുന്ന സാമ്രാജ്യ മേഖലകൾക്കകത്ത് എഴുന്നേൽക്കുന്ന പൈശാചിക മേഖലകൾക്കകത്ത് എഴുന്നേൽക്കുന്ന ഒരു കൂട്ടം മേഖലകൾക്ക് നടുവിൽ പൗലോസിനെ നോക്കി വിളിച്ചു പറ, പൗലോസേ നീ ധൈര്യമായിരിക്കുക. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽക്കാലം എല്ലാ അധൈര്യത്തിന്റെ ആത്മാവ് നിങ്ങളെ വിട്ട് വഴിമാറട്ടെ. എല്ലാ ഭയപ്പെടുത്തുന്ന സ്വാധീനങ്ങൾ വഴിമാറട്ടെ. ധൈര്യത്തെ ക്ഷയിപ്പിച്ചു കളയുന്ന എല്ലാ അനുഭവതലങ്ങൾ വഴിമാറട്ടെ. ഇന്ന് പകൽക്കാലം എത്ര പേർ ക്രിസ്തുവിൽ ധൈര്യപ്പെടുവാൻ തയ്യാറാകുക? ഇന്ന് രാത്രികാലം ദാവീദിനെ ഒന്ന് നോക്കി. ആമേൻ, താൻ ഒരു കാലഘട്ടം
അകത്ത് ദൈവം കൊടുത്ത നന്മ, സിക്ലാഗ് പട്ടണം, തന്റെ അധ്വാനത്തിന്റെ നന്മ, തനിക്ക് കൊടുത്തിരിക്കുന്ന ജനങ്ങൾ. എന്നാൽ സിക്ലാഗിലേക്ക് ദാവീദ് ഒരിക്കൽ മടങ്ങി വന്നു. അവനോടുകൂടെ 400 പേരും മടങ്ങി വരികയാണ്. മടങ്ങി വന്നപ്പോൾ ഈ മനുഷ്യൻ കണ്ടത് അവൻ നല്ലൊരു കാഴ്ചയല്ലായിരുന്നു. ജീവിതത്തെ വേദനിപ്പിക്കുന്ന, ജീവിതത്തിന്റെ അകത്ത് നഷ്ടങ്ങളെ വരുത്തിയ ഒരു കാഴ്ച. എന്താ കാഴ്ച എന്നറിയാവോ? അവൻ തന്റെ ഭാര്യമാരെയും മക്കളെയും കൂടെയുണ്ടായിരുന്ന പ്രിയപ്പെട്ടവരെയൊക്കെയും പിടിച്ചുകൊണ്ടുപോയി സിക്ലാഗ് പട്ടണം മുഴുവൻ ആമേൻ തീ കൊണ്ട് വെന്ത് കളഞ്ഞു. സ്വോത്രം പറ. ഒരു കാലഘട്ടത്തിന്റെ അകത്ത് അവൻ ഈ മനുഷ്യൻ നേടിയെടുത്തതെല്ലാം പിശാച് അപകരിച്ചെന്ന്, ഒരു കാലഘട്ടത്തിന്റെ അകത്ത് തനിക്ക് അനുഗ്രഹമായി നിന്നതിന്റെ വഴികളെ തടഞ്ഞെന്ന്, അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ദാവീദ് കരയുവാൻ ബലമില്ലാതാകുമ്പോൾ ഉറക്കെ കരഞ്ഞെന്ന്. അതിനൊരർത്ഥമുണ്ട്. ചില കരച്ചിലൊക്കെയും മറുപടി വെളിപ്പെടാൻ പോകുകയാ, ചില പ്രാർത്ഥനകൾക്കൊക്കെയും മറുപടി വെളിപ്പെടാൻ പോകുകയാ. കരയുവാൻ ബലമില്ലാതാകുമ്പോൾ ഈ മനുഷ്യൻ ഉറക്കെ കരഞ്ഞു. അതിനുശേഷമായിട്ട് 400 പേര് കൂടെയുണ്ട്. 400 പേരും കല്ലെടുത്തച്ച. എന്തിനു വേണ്ടിയാ കല്ലെടുത്തത്? ആമേശ്വരം ദാവീദേ, ഇതിന്റെ എല്ലാം മൂല കാരണം നീയാന്ന് പറഞ്ഞുകൊണ്ട് 400 പേർ കല്ലെടുത്തു. ഇന്ന് രാത്രികാലം, ഇന്ന് പകൽക്കാലം ശ്രദ്ധിക്കണേ. ഒരു ആയുസ്സിൽ നേടിയെടുത്ത നന്മകൾ നഷ്ടപ്പെട്ടു. തന്റെ ഭാര്യമാർ, കുഞ്ഞുങ്ങൾ എല്ലാം നഷ്ടപ്പെട്ടു. തന്റെ ജനം നഷ്ടപ്പെട്ടു. തന്റെ നന്മ നഷ്ടപ്പെട്ടു. തന്റെ പട്ടണം ആമേൻ മൊത്തം നഷ്ടപ്പെട്ടു. അത് തീ കൊണ്ട് വെന്ത് കളഞ്ഞു. കൂടെ നിൽക്കുമെന്നോർത്തവർ പോലും കൂടെ നിൽക്കാതെ മാറി നിൽക്കുന്ന സമയത്ത് ആമേൻ കരയുവാൻ ബലമില്ലാതാകുവോളം ഉറക്കെ കരയുന്ന ഒരു മനുഷ്യന് വിരോധമായി 400 പേർ കല്ലെടുത്തുകൊണ്ട് അവനെ എറിയുവാൻ നിൽക്കുമ്പോൾ വചനം പറയുന്നു, ദാവീദോ തന്റെ ദൈവത്തിൽ ഒന്ന് ധൈര്യപ്പെട്ടു. ഇന്ന് പകൽക്കാലം നീ ഒന്ന് ദൈവത്തിൽ ധൈര്യപ്പെട്. ഇന്ന് പകൽക്കാലം ദൈവത്തിൽ ധൈര്യപ്പെട്ടാൽ തീരാന്ന വിഷയമേ ഉള്ളൂ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമാകുമ്പോൾ, കൂടെ നിൽക്കുന്നവരെല്ലാം പ്രതിസന്ധിയായി നിൽക്കുമ്പോൾ, വേദന നിറഞ്ഞ അന്തരീക്ഷത്തിന്റെ നടുവിൽ, നഷ്ടത്തിന്റെ അന്തരീക്ഷത്തിന്റെ നടുവിൽ ദൈവത്തോട് ആ മനുഷ്യൻ ചോദിക്കുക, ഞാൻ ഈ പരീക്ഷയെ പിന്തുടരണമോ? ദൈവം പറഞ്ഞു, നീ പിന്തുടരുക. നീ അതിനെ മടക്കി കൊണ്ടുവരാൻ പോകുകയാണ്. ഏലിൻ ചർച്ചിനെ നോക്കി ആത്മാവിൽ പ്രവചിക്കുക. ഇന്നലകൾ ചതച്ചു കളഞ്ഞ അസ്ഥി കൂമ്പാരങ്ങൾക്ക് നടുവിൽ നിന്നൊരു സൈന്യത്തെ എഴുന്നേൽപ്പിക്കുവാൻ ദൈവത്തിന് സാധിക്കുമെന്ന് പറഞ്ഞാൽ എത്ര പേർ കരമടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യുക? നഷ്ടപ്പെട്ടതിനെ മടക്കി വരുത്തുവാൻ, ദൂരെ പോയതിനെ കൂട്ടി വരുത്തുവാൻ, ഒരു പകാ സൈന്യമായി എഴുന്നേൽപ്പിക്കുവാൻ പരിശുദ്ധാത്മാവിന് ഇന്ന് പകൽക്കാലം പ്രസാദമുണ്ടെന്ന് ആത്മാവ് സഭയെ നോക്കി ദൂത് കൈമാറുന്നു. ഈ ദിവസങ്ങൾ നീ പിന്തുടരുക. നീ മടക്കിക്കൊണ്ടുവരാൻ പോകുകയാ. അടുത്തിരിക്ക് കൈ കൊടുത്തിട്ട് പറ, ചിലത് നീ മടക്കിക്കൊണ്ടുവരാൻ പോകുകയാ. ശത്രു അപകരിച്ചതിന്റെ നന്മ, ശത്രു അപകരിച്ചതിന്റെ ആരോഗ്യം, ശത്രു അപകരിച്ച ആത്മീയ ദർശന, ഇന്നലകളെ കൂടെ ഇരുന്ന് ആരാധിച്ചവർ, നിന്റെ തലമുറകൾ ചിലതിനെ മടക്കി തരാൻ പോവാന്ന് പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുന്നു. അതേ, ദൈവം ചിലതിനെ മടക്കി തരാൻ പോകുകയാ. തുള്ളനും പച്ചപ്പുഴവും പച്ചവിട്ടിലൊക്കെ നിന്ന് സേവിച്ച സംവത്സരങ്ങളെ ദൈവത്തിന് മടക്കി തരാൻ പറ്റുമെങ്കിൽ വിശ്വസിച്ചോ, ദൈവം നിനക്ക് വേണ്ടി ചിലതിനെ മടക്കി തരാൻ പോകുകയോ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കർത്താവിന് നന്ദി പറഞ്ഞേ. സ്വത്രം പറഞ്ഞാട്ടെ, സ്വത്രം പറഞ്ഞാട്ടെ. സംവത്സരങ്ങളെ മടക്കിത്തരാൻ പറ്റുമെങ്കിൽ, ആയുസ്സിനെതിരെ പോരാടിയ ശക്തികൾക്ക് നടുവിൽ, ആയുസ്സിനെതിരെ പോരാടിയ ആമൻ മേഖലകൾക്ക് നടുവിൽ അതിനെ മടക്കിത്തരാൻ പറ്റുമെങ്കിൽ, ചില ആത്മീയ സന്തതികൾ ആരാധനകൾക്കകത്തില്ല, പലതും അനുസരണം ആമൻ അനുസരിക്കാതെ വഴിമാറുമ്പോൾ പലതിനെയും ദൈവം മടക്കിത്തരാൻ പോകുകയോ. സഭയോട് വ്യക്തിപരമായി പരിശുദ്ധാത്മാവ് ജനത്തോട് ദൂത് വഹിമാറുന്നു. ഈ 2026 ശത്രു അപഹരിച്ചതിനെയൊക്കെ നീ മടക്കി പിടിക്കുന്ന ദിവസങ്ങൾ, നീ മടക്കിയെടുക്കുന്ന ദിവസങ്ങളായി മാറ. ഇന്ന് രാത്രികാലം ആത്മാവിനോട് പറയുന്നു, ആമേൻ നഷ്ടപ്പെട്ടതിനെയൊക്കെ ദൈവം മടക്കി തരാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കർത്താവിന് നന്ദി പറഞ്ഞേ. ഇന്ന് പകൽക്കാലം നിന്റെ ആരോഗ്യം, നിന്റെ നന്മ, ദൈവം തന്ന അനുഗ്രഹം, തലമുറകളൊക്കെ എവിടെയൊക്കെ ലോക്കായി പോയെങ്കിൽ ആ ലോക്കിനെ കർത്താവ് ഇന്ന് പകൽക്കാലം പൊട്ടിക്കുക. ദൈവം ചിലതിനെ മടക്കി തരാൻ പോകുകയാ. ആ പുറകിലിരിക്കുന്ന മോളെ നോക്കി പരിശുദ്ധാത്മാവ് പ്രവചിക്കുന്നു, ദൈവം നിന്റെ ലൈഫിൽ ആമേൻ ആമേൻ ചിലത് മടക്കി തരാൻ പോകുകയാ. ഇന്ന് പകൽക്കാലം സംവത്സരങ്ങളെ മടക്കി തരാൻ പോകുകയാ. അതിനെ ആനന്ദം കൊണ്ട് ആമേൻ നിറയ്ക്കുന്ന ഒരു ദൈവത്തിന്റെ പ്രവർത്തനത്തിന്റെ ജീവിതത്തിന്റെ അകത്ത് വെളിപ്പെടുമെന്ന് പരിശുദ്ധ
പരിശുദ്ധാത്മാവ് നിയോഗത്തോടെ ദൂത് കൈമാറുന്നു. വിശ്വസിച്ച ചില വാഗ്ദത്തങ്ങളുമായിട്ട് ദൈവം നിന്നെ കണക്ട് ചെയ്യാൻ പോവാന്ന് ദൈവത്തിന്റെ ആത്മാവ് ചോദിക്കുന്നു. എന്തുകൊണ്ട്, എന്തിനെന്നൊക്കെയും ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നിന്റെ കൊച്ചു മനസ്സിന്റെ അകത്തുനിന്ന് ഉരുവാകുമ്പോൾ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് പറയുന്നു, ഏറ്റവും ശ്രേഷ്ഠതയിലേക്ക്, ഏറ്റവും മാന്യതയിലേക്ക് ദൈവം നിന്നെ കരം പിടിച്ചു കയറ്റാൻ പോവാന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ദൂത് കൈമാറുന്നു. വിശ്വസിക്കുന്നവർ കരമടിച്ചുകൊണ്ട് ദൈവത്തിന് നന്ദി പറഞ്ഞേ. Praise the Lord. വാഗ്ദത്തം കേൾക്കാൻ എളുപ്പമോ? സ്വത്രം പറഞ്ഞാട്ടെ, അത് പ്രാപിച്ചെടുക്കുവാനായിട്ട് ആമേൻ താമസമാ. ആമേൻ ഇന്ന് പകൽക്കാലം ശ്രദ്ധിച്ചേ, ഈ മനുഷ്യൻ ദൈവീയമാകുന്ന വാഗ്ദത്തങ്ങളിലേക്കുള്ള പ്രയാണങ്ങൾക്ക് നടുവിൽ 23-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെ അകത്ത് കാണുന്നു, ഈ മനുഷ്യനെ ന്യായാധിപ സംഘത്തിന് മുമ്പാകെ പൗലോസിനെ കൊണ്ട് നിർത്തി. സ്തോത്രം. ന്യായാധിപ സംഘത്തിന് മുമ്പാകെ കൊണ്ട് നിർത്തുമ്പോൾ ഈ പൗലോസിന്റെ ആമേൻ മേൽ കിടക്കുന്ന ദൈവത്തിന്റെ വാഗ്ദത്തം എങ്ങനെയാലും തടയുവാൻ ആമേൻ പൈശാചിക മണ്ഡലങ്ങൾ അധികാരികളെ എഴുന്നേൽപ്പിച്ചു. അവിടെ നോക്കി ന്യായാധിപ സംഘത്തിന് മുമ്പാകെ പൗലോസ് എന്ന് പറയുന്ന ദൈവമനുഷ്യൻ വന്നു നിൽക്കുമ്പോൾ ഇവിടെ നാം കാണുന്ന ഒരു കാര്യമുണ്ട്. പൗലോസിനെതിരെ എഴുന്നേറ്റ വ്യക്തിജീവിതങ്ങൾ സാധാരണ വ്യക്തിജീവിതങ്ങളല്ല. പൗലോസിനെതിരെ എഴുന്നേറ്റിരിക്കുന്ന വ്യക്തിജീവിതങ്ങൾ ജനത്തിന്റെ പ്രഭുക്കന്മാരായിരുന്നു. ഒന്ന്, മഹാപുരോഹിതനാകുന്ന അനന്യാസ്, സ്തോത്രം പറഞ്ഞാട്ടെ. 2 സദൂക്യർ, 3 പരീശന്മാർ, സ്തോത്രം പറഞ്ഞാട്ടെ. ഇവർ 3 പേരും ഒരുപോലെ പൗലോസിന് വിരോധമായി കൂടി വന്നു. ഇവർ 3 പേരും ഒരുപോലെ പൗലോസിന് വിരോധമായി എഴുന്നേറ്റു. പൗലോസ് ഓർക്ക്, എന്തുകൊണ്ട് ഈ മഹാപുരോഹിതൻ എനിക്ക് വിരോധമായി തിരിയുന്നു, സദൂക്യരും പരീശന്മാരൊക്കെയും എനിക്ക് വിരോധമായി തിരിയുന്നു, സംഘത്തിന് മുമ്പാകെ എന്തുകൊണ്ട് വന്ന് നിൽക്കേണ്ടി വന്നു? അതിനൊറ്റ കാരണമേ ഉള്ളൂ, പൗലോസ് നിന്റെ മേൽ കിടക്കുന്ന വാഗ്ദത്തം അസാധാരണമാ. Praise the Lord. ഇവരുടെ എല്ലാ ലക്ഷ്യം പൗലോസ് എന്ന് പറയുന്ന ഈ ദൈവമനുഷ്യൻ ഇനി ഉണ്ടാകരുത്, പൗലോസിനെ ശുശ്രൂഷിക്കരുത്, പൗലോസ് ഇതിന്റെ അപ്പുറത്തോട്ട് കടക്കരുത്. ഒന്നില്ലെങ്കിൽ ഈ പാതി വഴിക്കകത്ത് ഇവനെ അവസാനിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് മാനുഷിക ശക്തികളും പൈശാചിക മണ്ഡലങ്ങളും ഒരുപോലെ എഴുന്നേറ്റ് വരുമ്പോൾ ഞാൻ ആത്മാവിൽ ഒരു ദൂത് കൈമാറാ. മാനുഷികമാകുന്ന ശക്തികൾക്ക് അപ്പുറമായി, പൈശാചികമാകുന്ന ആധിപത്യങ്ങൾക്ക് അപ്പുറമായി അവൻ കേട്ടൊരു ദൈവത്തിന്റെ വാഗ്ദത്തമുണ്ടെങ്കിൽ, വാഗ്ദത്തം ചെയ്ത ദൈവം ഏത് പ്രതിസന്ധി ഘട്ടത്തിലും, ഏത് പ്രതികൂലങ്ങൾക്ക് നടുവിലും, ഏത് വിരോധമായി എഴുന്നേൽക്കുന്ന കൽപ്പനകൾക്ക് നടുവിലും അവന് വേണ്ടി ഇറങ്ങി വരും. വിശ്വസിക്കുന്നവർ ദൈവത്തിന്റെ മഹത്വം കൊടുത്തേ. Praise the Lord. ആ പ്രിയമാതാവേ, പ്രതികൂലവും വിരോധവുമായിരിക്കുന്ന ചിലതൊക്കെയും ദൈവം മാറ്റാൻ പോവാ. പൗലോസിന് വിരോധമായി എഴുതി വെച്ചിരിക്കുന്ന ചില വാഗ്ദത്തങ്ങൾക്ക് വിരോധമായി എഴുതി വെച്ചിരിക്കുന്ന ഇവിടെ നാം കേട്ട് ആമേൻ ആദ്യമായി നിലനിൽക്കുന്നത് അനന്യാസ് എന്ന് പറയുന്ന ആമേൻ മനുഷ്യനാണ്, മഹാപുരോഹിതനാണ്. ആമേൻ മഹാപുരോഹിതൻ പറഞ്ഞ ഒരു കാര്യം എങ്ങനെയാണ്? ആമേൻ പൗലോസ് പറയുന്നു, ഞാൻ ഇതുവരെ ദൈവസന്നിധിയിൽ നല്ല മനസാക്ഷിയോടും കുറ്റമറ്റ മനസാക്ഷിയോടും കൂടെ ശുശ്രൂഷിച്ചു. പൗലോസിന്റെ പ്രാഗൽഭ്യം കണ്ടോ? നല്ല മനസാക്ഷി ഉണ്ടായിരുന്നു. സ്തോത്രം പറ. ശുശ്രൂഷിക്കുമ്പോൾ ഉണ്ടായിരുന്നു. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകൾക്ക് നടുവിലും എനിക്കൊരു നല്ല മനസാക്ഷി ഉണ്ടായിരുന്നു. ഇത് പറഞ്ഞപ്പോൾ അനന്യാസിന് പിടിച്ചില്ല. അനന്യാസ് പറഞ്ഞു, അടുത്ത് നിൽക്കുന്നവനോട് പറഞ്ഞു അവനെ അടിക്കാൻ പറഞ്ഞു. സ്തോത്രം പറ. പൗലോസ് പറഞ്ഞൊരു കാര്യമുണ്ട്, വെള്ള തയ്ച്ച ചുവരെ ദൈവം നിന്നെ അടിക്കും. സ്തോത്രം പറ. അടുത്ത സെക്കൻഡിൻ്റെ അകത്ത് അവർ പറയുന്നത് നീ മഹാപുരോഹിതനെ അമേ ശകാരിക്കുന്നുവോ? മഹാപുരോഹിതൻ എന്ന് പൗലോസിന് വളരെ വ്യക്തമായിട്ട് അറിയാം. സ്തോത്രം പറ, സ്തോത്രം പറ. എന്ന് പറഞ്ഞാൽ മഹാപുരോഹിതന്റെ അരമനയ്ക്കകത്ത് കയറി ചെന്ന് മഹാപുരോഹിതന്റെ അധികാര പത്രമൊക്കെ മേടിച്ചുകൊണ്ട് ഈ മനുഷ്യൻ നേരെ ആമേശ്വരം ദൈവജനത്തെ കൊന്നെടുക്കുവാൻ വേണ്ടി കടന്നു പോകുന്നത്. മഹാപുരോഹിതൻ എന്ന് പൗലോസിന് വളരെ ബോധ്യമുണ്ട്. പക്ഷേ ഒറ്റ കാര്യം, പറയേണ്ട കാര്യങ്ങൾ പറയുകയും ചെയ്തു. അടുത്ത സെക്കൻഡ് ഞാൻ മഹാപുരോഹിതൻ എന്ന് അറിഞ്ഞില്ലെന്നും പറഞ്ഞു. സ്തോത്രം പറ. ചില സ്ഥാനത്ത് പറയേണ്ട കാര്യങ്ങൾ നേരിട്ട് പൗലോസ് പറയുകയും ചെയ്തു, ഞാൻ അറിഞ്ഞില്ലെന്ന്. സ്തോത്രം പറഞ്ഞാട്ടെ. അടുത്ത സെക്കൻഡിൻ്റെ അകത്ത് നാം കാണുന്നു 3 അനന്യാസുമാരെ അപ്പോസ്തല പ്രവർത്തികൾക്കകത്ത് കാണുന്നു. ഒന്നാമത്തെ അനന്യാസാണ് ആമേൻ മഹാപുരോഹിതനാകുന്ന അനന്യാസ്. വെള്ള തയ്ച്ച ശുവരെ എന്ന് ആമേൻ പൗലോസ് വിളിച്ച അനന്യാസ്. ആമേൻ ആദ്യത്തെ അനന്യാസ് അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായത്തിൻ്റെ അകത്ത് കാണുന്നു. പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ച, സഭയോട് വ്യാജം കാണിച്ച, ശുശ്രൂഷകന്മാരോട് വ്യാജം കാണിച്ച, കൊടുക്കാമെന്ന് ഏറ്റിട്ടും കൊടുക്കാതെ കള്ളത്തരം കാണിച്ച അനന്യാസ്.
സ്തോത്രം പറ. രണ്ടാമത്തെ അനന്യാസാണ് വെള്ള തേച്ച ശുവരെ എന്ന് വിളിച്ച മഹാപുരോഹിതനാകുന്ന അനന്യാസ്. മൂന്നാമത്തെ അനന്യാസാണ് നമുക്ക് അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിന്റെ അകത്ത് കാണുന്നു. പൗലോസിനോട് പറയുന്നു ഒരു അനന്യാസ് ഉണ്ട്, അവൻ പ്രാർത്ഥിക്കുന്ന അനന്യാസ്. സ്തോത്രം പറഞ്ഞാട്ടെ, പ്രാർത്ഥിക്കുന്ന അനന്യാസ്. ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാവിൽ ഒരു ദൂത് കൈമാറാ. ദൈവത്തിന് വേണ്ടത് പ്രാർത്ഥിക്കുന്ന അനന്യാസ് മാറിയ, ഇന്ന് പകൽക്കാലം മാറിയിരുന്ന് കരയുന്ന അനന്യാസ് മാറിയ. യെരൂശലേമിൽ ഒത്തിരി പേരുണ്ടായിട്ട് പ്രാർത്ഥിക്കുന്നവനോട് ദൈവം പറഞ്ഞു പൗലോസിനെ എഴുന്നേൽപ്പിക്കണമെങ്കിൽ പ്രാർത്ഥിക്കുന്നവൻ എഴുന്നേറ്റേ മതിയാകത്തുള്ളൂ. ഞാൻ ഇന്ന് പകൽക്കാലം ആത്മാവിൽ ഒരു ദൂത് കൈമാറാ. നഷ്ടപ്പെട്ട പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് നാം കയറുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം ഈ കാലഘട്ടം കണ്ടിട്ടില്ലാത്ത അനന്യാസുമാരെ, ഈ കാലഘട്ടം കണ്ടിട്ടില്ലാത്ത പൗലോസുമാരെ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. സ്തോത്രം പറഞ്ഞാട്ടെ. ഇപ്പോൾ അനന്യാസും, ഇപ്പോൾ സദൂക്കരും, ഇപ്പോൾ പരീശരും ഒറ്റ വശവാ. സ്തോത്രം പറഞ്ഞാട്ടെ. ഇന്ന് പകൽക്കാലം നിനക്ക് വിരോധമായി എവിടെയെങ്കിലും കൂട്ടുകെട്ടുകളോ കൂടിയാലോചനകളോ ഒരുപോലെ പലരും കരം കോർക്കുന്നെങ്കിൽ ഒരു കാര്യം ഓർത്തോണം. കുഞ്ഞ്, നിന്റെ മേൽ കിടക്കുന്ന വാക്തത്വമുള്ളത് കൊണ്ട്, നിന്റെ മേൽ കിടക്കുന്ന വാക്തത്വമുള്ളത് കൊണ്ട്, നിന്റെ റൂട്ട് ശരിയായതുകൊണ്ട് പലർക്കും അവൻ ഇഷ്ടപ്പെടാത്തത്, നിന്റെ റൂട്ട് ശരിയായതുകൊണ്ട് പലരും നിനക്ക് വിരോധമായി കടന്നു വരുന്നത്. ഇവിടെ നാം കാണുന്ന ഒരു കാര്യമുണ്ട്. അവൻ പൗലോസിന് ഒരു കാര്യം മനസ്സിലായി. കൂടെ നിൽക്കുന്ന കുറെ പേര് പരീശന്മാരാണ്, കുറെ പേര് സദൂക്കരാണ്. സദൂക്കര് പറയുന്ന ഒരു കാര്യമുണ്ട്, പുനരുത്ഥാനമില്ല, ആത്മാവില്ല, ദൂതനില്ല. പൗലോസ് എഴുന്നേറ്റിട്ട് പറഞ്ഞു ഞാനൊരു പരീശനും എൻ്റെ പിതാവ് ഒരു പരീശവത്തനുമാണ്. ഇന്ന് പകൽക്കാലം ശ്രദ്ധിച്ചേ, അവൻ ഇത് പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോൾ അവൻ കൂടെ ഐക്യതയോടെ നിന്നവർ തമ്മിലടിച്ചു. സ്തോത്രം പറ, സ്തോത്രം പറ. അതിനൊരർത്ഥം ഞാൻ പറയാ. നിനക്ക് വിരോധമായി കൂട്ടുകെട്ടുണ്ടാക്കിയ ചില മേഖലകൾക്ക് നടുവിൽ അവർ തമ്മിലടിക്കത്തക്ക നിലയിൽ, അവർ തമ്മിലടിക്കത്തക്ക നിലയിൽ ഒരേ അഭിപ്രായത്തോടെ പലരും ഒരുപോലെ എഴുന്നേറ്റപ്പോൾ ഇവിടെ നാം കാണുന്ന ഒരു കാര്യമുണ്ട്, അവര് ചെതറിപ്പോയി. സ്തോത്രം പറഞ്ഞാട്ടെ. അവർ ചെതറിപ്പോയി. ഒരു വശം എഴുന്നേറ്റിട്ട് പറഞ്ഞു ആമേൻ, അവൻ പുനരുത്ഥാനത്തെ പറ്റിയുള്ള കാര്യാദികളല്ലേ പറഞ്ഞത്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ദൂതൻ അവനൊരു ദർശനം കാണിച്ചിരിക്കുക. ഇന്ന് പകൽക്കാലം അവിടെ കൊണ്ട് പൗലോസിനെ ഒടുക്കുവാൻ കഴിയാതിരിക്കുമ്പോൾ അന്ന് രാത്രി പൗലോസിനെ കാരാഗ്രഹത്തിൽ അടച്ചിട്ടിരിക്കുന്നു. ഒരു സ്ഥാനത്ത് ഈ ദൈവമനുഷ്യൻ മാറിയിരുന്ന് കരയാണ്. മറു സൈഡിന്റെ അകത്ത് പൗലോസിന് വിരോധമായി കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കിയാണ്. പൗലോസിന് വിരോധമായി എഴുന്നേറ്റവർ ഇങ്ങനെ പറഞ്ഞു, 40 യഹൂദന്മാർ എഴുന്നേറ്റിട്ട് പറഞ്ഞു പൗലോസിനെ ഒടുക്കി കളയുവോളം ഞങ്ങൾ ജലപാനം കുടിക്കത്തില്ലെന്ന്. യഹൂദന്റെ ശബദമാണ്. 40 പേര് ഒരുപോലെ തന്നെ എഴുന്നേറ്റിട്ട് പറഞ്ഞു പൗലോസിനെ ഞങ്ങൾ ഒടുക്കി കളയുമെന്ന്. ഇന്ന് രാത്രിക്കാലം ഞാൻ പറയട്ടെ, ഒരു ഭാഗത്ത് വാഗ്ദത്തങ്ങൾക്ക് വിരോധമായി ചിലർ ശബദമെടുക്കുമ്പോൾ, ചിലർ നേർച്ച നേരുമ്പോൾ, ചിലർ ആ നേർച്ചയ്ക്ക് വേണ്ടി പ്രയത്നം ചെയ്യുമ്പോൾ, മറു സൈഡിൽ പൗലോസേ നിന്നെ പുറത്തു കൊണ്ടുപോകുവാൻ, നിനക്ക് വഴി തെളിയിക്കുവാൻ ദൈവം രാജാക്കന്മാരോട് ഇടപെടാൻ പോകുകയാ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കരമടിച്ചുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുത്ത്, നീ അറിയത്തില്ലാത്ത വഴി, നീ കണ്ടിട്ടില്ലാത്ത ബാധ, ഇന്നലകളിൽ നിനക്ക് വിരോധമായി നിന്നവർ നിനക്ക് അകമ്പടി സേവിച്ച് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ പരിശുദ്ധാത്മാവിന് പദ്ധതിയുണ്ട്. 40 പേരിപ്പോ പറയാ ഞങ്ങൾ പൗലോസിനെ ഒടുക്കിക്കളയുമെന്ന്. അവർ പറഞ്ഞു ഇനി ഇവൻ ശുശ്രൂഷിക്കത്തില്ല, ഇനി ഇവൻ ഒരു പ്ലാറ്റ്ഫോമിലും നിൽക്കത്തില്ല, ഇനി ഇവൻ എങ്ങും ശുശ്രൂഷിക്കത്തില്ല, ഇവന്റെ പ്രസംഗം ഞങ്ങൾ നിർത്താം, ഇവന്റെ വിശുദ്ധിയുടെ ഉപദേശം ഞങ്ങൾ നിർത്താം, ഇവന്റെ ആരാധന ഞങ്ങൾ നിർത്താം, ഇവന്റെ ശുശ്രൂഷ ഇവിടെ അവസാനിപ്പിക്കുക. യഹൂദന്മാരെ, നിനക്കൊരു കാര്യം അറിയത്തില്ല, പൗലോസ് ആരാധന ദൈവത്തിനറിയാം, പൗലോസ് ആരാധന പിശാചിനറിയാം. മനസ്സിലായവർ ദൈവത്തിന് നന്ദി പറഞ്ഞേ. ഇന്ന് പകൽക്കാലം ഞാൻ ഇങ്ങനെ പറയുന്നു, 40 തീരുമാനമെടുത്ത് യഹൂദന്മാരെ നിങ്ങൾ ചോദിക്കുക, പിശാചിനോട് ചോദിക്കുക. പിശാച് പറയുക എന്താ പറയുന്നത്? പുരോഹിതന്മാരുടെ മക്കൾ ദുരാത്മാവിനെ ശാസിക്കാൻ കടന്നു എന്നപ്പോൾ അവരെ ഉപദ്രവിച്ചു. ഒറ്റ കാര്യം പറഞ്ഞു, യേശുവിനെ ഞങ്ങൾക്കറിയാം, പൗലോസിനെ പരിചയമുണ്ടെന്ന്. ഇന്ന് പകൽക്കാലം പത്രോസിനെ പരിചയമുണ്ടെന്ന് പറഞ്ഞില്ല, പൗലോസിനെ പരിചയമുണ്ടെന്ന്. അതിനൊരർത്ഥമുണ്ട്, ഇവന്റെ ശുശ്രൂഷകൾ സാത്താന്യ സാമ്രാജ്യങ്ങൾ ഇളകി മാറുക, സാത്താന്യ സാമ്രാജ്യത്തിന്റെ അടിസ്ഥാനങ്ങളെ ഇളക്കുക. ഇന്ന് രാത്രികാലം വിശ്വസിക്കുന്നവർ കരമടിച്ചുകൊണ്ട്
ഉടമനാരകതൽ കമനഘടകസ്യാരക. ഇന്ന് പകൽക്കാലം അങ്ങനെയുള്ള അഗ്നിയുടെ ശുശ്രൂഷകന്മാർ ഇതിന്റെ അകത്തുനിന്ന് എഴുന്നേൽക്കട്ടെ. അഭിഷേകമുള്ള ഒരു ജനം എഴുന്നേൽക്കട്ടെ. ഈ കാലഘട്ടം കണ്ടിട്ടില്ലാത്ത ദൈവീയ നിയോഗത്തിന്റെ സാക്ഷ്യം വഹിക്കുവാൻ പരിശുദ്ധാത്മാവ് നിന്നെ എഴുന്നേൽപ്പിക്കട്ടെ. കരമടിച്ചുകൊണ്ട് ദൈവത്തിന് നന്ദി പറഞ്ഞേ. അതെ, നീ സാത്താന്യ രാജ്യത്തിന് ഒരു പ്രതികൂലമാണ്. നീ സാത്താന്യ രാജ്യത്തിന് നിന്റെ ശുശ്രൂഷ ഒരു പ്രതിസന്ധിയാണ്. നിന്റെ ആരാധന, നിന്റെ ശുശ്രൂഷ സാത്താന്യ രാജ്യങ്ങളെ ഇളക്കി മറിക്കുന്നത്. കരമടിച്ചുകൊണ്ട് അഭിഷേകത്തോടെ ദൈവത്തെ ഒരുമിച്ച് ആരാധിച്ചേ. Praise the Lord. പലരെയും ഈ പുള്ളിക്ക് അറിയത്തില്ല. സ്വോത്രം പറ. പുരോഹിതന്റെ മക്കളെ അറിയത്തില്ല, പലരെയും അറിയത്തില്ല. പക്ഷെ പിശാച് പറയുന്നു, അതെ, യേശുവിനെ ഞങ്ങൾക്കറിയാം, പൗലോസിനെയും പരിചയമുണ്ട്. ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാവിൽ ഒരു ദൂത് കൈമാറാം. ശത്രുവിന് ഭയകേതുവാകുന്ന ഒരു തലമുറയെ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോവാന്ന് പറഞ്ഞാൽ എത്ര പേർ കരമടിച്ചുകൊണ്ട് ദൈവത്തിന് നന്ദി പറയും. ഒരു വശം നിന്റെ പേരെങ്ങും വന്നില്ല, ഒരു വശം പോസ്റ്റിൽ നിന്റെ പേരെങ്ങും വന്നില്ല. ആരും അറിയപ്പെടാത്ത മേഖലകൾക്ക് നടുവിൽ കിടക്കുമ്പോൾ സാത്താൻ വിളിച്ചു പറയുന്നു, ഇന്നയാളെ എനിക്കറിയാം, അവൻ എന്റെ രാജ്യത്തിന് നഷ്ടം വരുത്തിയതാ. അങ്ങനെയുള്ള ഒരു ജനത്തെ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. സ്തോത്രം പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഈ മനുഷ്യൻ ഒരിക്കൽ ദൈവത്തിന്റെ വചനം പറയുന്ന എഫെസോസ് പട്ടണത്തിലേക്ക് കടന്നു ചെന്നു. സ്തോത്രം പറ. എഫെസോസ് പട്ടണങ്ങൾ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പട്ടണം. അർത്തമോസ് എന്ന് പറയുന്ന പുരാതന കാലഘട്ടത്തിലെ 7 അത്ഭുതങ്ങളിൽ ഒന്നായിരുന്നു അർത്തമോസിന്റെ ആമേശ്വരം ദേവീശില. ആമേശ്വര മാഹാത്മ്യം ലോകം മുഴുവനും അവളുടെ മാഹാത്മ്യം കൊണ്ട് നിറഞ്ഞു നിന്നു. പക്ഷെ പൗലോസ് എന്ന് പറയുന്ന ഒരു കൊച്ചു മനുഷ്യൻ അവിടെ ചെന്നപ്പോൾ അർത്തമോസിന്റെ അടിവേരിറങ്ങി. സ്തോത്രം പറഞ്ഞാട്ടെ. അർത്തമോസിന്റെ അടിവേരിറങ്ങി. ചുമ്മാ എവിടെയും പിശാചി വിരോധ ജനത്തെ എഴുന്നേൽപ്പിക്കത്തില്ല. ചുമ്മാ എവിടെയും പ്രതിസന്ധി പിശാച് ഒരുക്കത്തില്ല. അതിനൊരർത്ഥമുണ്ട്. അവന്റെ അടിസ്ഥാനം അവൻ കെട്ടിപ്പൊക്കിയ അവന്റെ കൂടാരം തകരുമെന്ന് അവൻ ഉറപ്പുണ്ടായാൽ അവൻ പ്രതികരിക്കുവാൻ തയ്യാറാകുക. ഇന്ന് പകൽക്കാലം ദൈവവൈതലേ, നിന്റെ മേൽ ദൈവം പകർന്നിരിക്കുന്ന വിളിയുടെ ഒരു ഭാഗമാ പ്രതിസന്ധിയായി നിന്റെ ജീവിതത്തിനെതിരെ കടന്നു വന്നെങ്കിൽ അതിനൊരു അർത്ഥമുണ്ട്. പിശാച് എവിടെയോ നിന്നെ ഭയപ്പെടുന്നുണ്ട്. പിശാച് എവിടെയോ നിന്റെ ശുശ്രൂഷയെ ഭയപ്പെടുന്നുണ്ട്. പിശാച് എവിടെയോ നിന്റെ പ്രാർത്ഥനയെ ഭയപ്പെടുന്നുണ്ട്. പിശാച് എവിടെയോ നിന്റെ ആരാധനയെ ഭയപ്പെടുന്നുണ്ട്. കരമടിച്ചുകൊണ്ട് ദൈവത്തിന് നന്ദി പറഞ്ഞേ. ഇന്ന് പകൽക്കാലം ആത്മനിയോഗത്തോടെ ദൂത് കൈമാറാ. ദൈവം ചിലതിനെ തകിടം മറിക്കാൻ പോകുക. ദൈവം ചിലതിനെ തകിടം മറിക്കാൻ പോകുക. അർത്തമോസിന്റെ മാഹാത്മ്യം ഇടിച്ചു കളയത്തക്ക നിലവാരത്തിൽ പൗലോസ് എന്ന് പറയുന്ന ദൈവ മനുഷ്യന്റെ അകത്തി വ്യാപരിച്ച ക്രിസ്തുവിന്റെ സാന്നിധ്യം മതിയായിരുന്നു. ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്നവർ കർത്താവിന് നന്ദി പറഞ്ഞേ. നീ ഒരു ഏരിക്കകത്ത് കയറുമ്പോൾ പിശാചിനെ അറിയാമെന്ന്, നീ ഒരു ഭവനത്തിൽ കയറുമ്പോൾ പിശാചിനെ അറിയാമെന്ന്, നീ ഒരു ഓഫീസിൽ കയറുമ്പോൾ പിശാചിനെ അറിയാമെന്ന്, നീ ഒരു വിഷയത്തിൽ കരങ്കോർ പിശാചിനെ അറിയാമെന്ന്. കാരണം എന്താ? നാളുകളായുള്ള അവന്റെ ആധിപത്യങ്ങളെ പൊളിക്കുന്ന ഒരു അഭിഷേകം നിന്റെ അകത്തളത്തിൽ വ്യാപരിക്കുന്നുണ്ട്. നിന്റെ അകത്തളത്തിൽ ഒരു പുനരുത്ഥാനത്തിന്റെ ശക്തി വ്യാപരിക്കുന്നുണ്ട്. യേശുവിനെ മരിച്ചവൻ ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിന്റെ മേൽ വ്യാപരിക്കുന്നു. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കരമടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞേ. റോമൻ സാമ്രാജ്യത്തിന് തടുക്കുവാൻ പറ്റാത്ത, റോമൻ ഇമ്പീരിയ മുദ്രകൾക്ക് തടുക്കുവാൻ പറ്റാത്ത, സാത്താന്യ അധികാരങ്ങൾക്ക് തടുക്കുവാൻ പറ്റാത്ത, കല്ലറകൾക്ക് തടുക്കുവാൻ പറ്റാത്ത ഒരു പുനരുത്ഥാനത്തിന്റെ ശക്തി ഇന്ന് പകൽക്കാലം ഡുനാമിസ് പവർ. ദൈവശക്തി 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 വ്യാപരിക്കട്ടെ. ദൈവശക്തി വ്യാപരിക്കട്ടെ. ദൈവശക്തി വ്യാപരിക്കട്ടെ. മടുപ്പുകൾ ഉടഞ്ഞു മാറട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ വിശ്വസിക്കുന്ന തന്റെ ജനത്തിന് മേൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. ഒരു അഭിഷേകത്തിന്റെ സാന്നിധ്യം തന്റെ ജനത്തെ തൊടുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഒരു ദൈവ സാന്നിധ്യം തന്റെ ജനത്തിന് മേൽ ഇറങ്ങി വരട്ടെ. Praise the Lord. ഈ മനുഷ്യൻ എഫെസോസിൽ കടന്നു ചെന്നപ്പോൾ അർത്തമോസിന് പിടുത്തം കിട്ടി. സ്വത്രം പറഞ്ഞാട്ടെ. ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാവിൽ ഒരു ദൂത് കൈമാറാം. ആമേൻ. ചിലതിനെ വെട്ടുന്ന ഒരു അഭിഷേകം നിന്റെ അകത്തളത്തിലുണ്ട്. ചിലതിനെ തകർത്തു കളയുന്ന ഒരു അഭിഷേകം ദൈവം നമ്മുടെ അകത്തളത്തിൽ നൽകി തന്നിട്ടുണ്ട്. ആമേൻ. എഫെസോസ് പട്ടണത്തിലേക്ക് പൗലോസ് എന്ന് കാലുകുത്തി പട്ടണം വിടുവിക്കപ്പെടാൻ തുടങ്ങി. അർത്തമോസിന്റെ അടിവേരിനെ ഇറക്കത്തക്ക നിലവാരത്തിൽ പൗലോസ് നിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തി ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കർത്താവിനെന്ന് നന്ദി പറഞ്ഞേ. Praise the Lord. ഈ മനുഷ്യനെ സാത്താന്യ സാമ്രാജ്യത്തിന് അറിയാം. ആമേൻ ആമേൻ. ആരുടെയും പേര് പറഞ്ഞില്ലെങ്കിലും പൗലോസിന്റെ പേര് എടുത്തു പറഞ്ഞു.
സ്തോത്രം പറ. സ്കേബ പുരോഹിതന്മാരുടെ മക്കളോട് പറയുക, പൗലോസിനെ ഞങ്ങൾക്കറിയാമെന്ന്. ഇന്ന് പകൽക്കാലം എത്ര പേർ ആമേശ്വരം വിശ്വസിക്കുന്ന? അടുത്തിന് കൈ കൊടുത്തിട്ട് പറ, നാം സാത്താന്യ രാജ്യങ്ങളെ തകർക്കുന്നവരായി മാറട്ടെ. നാം സാത്താന്യ രാജ്യങ്ങളെ പൊളിക്കുന്നവരായി മാറട്ടെ. നമ്മുടെ പ്രാർത്ഥനകളും ആരാധനകളൊക്കെ സാത്താന്യമാകുന്ന അടിസ്ഥാനങ്ങളെ വേരോടെ അറുത്ത് കളയുന്നതായി മാറട്ടെ. അങ്ങനെയാകുമ്പോൾ ജനം കൂട്ടം കൂട്ടമായി വിടുവിക്കപ്പെടും. ജനം കൂട്ടം കൂട്ടമായി അനുഗ്രഹിക്കപ്പെടും. വിശ്വസിക്കുന്നവർ കർത്താവിന് മഹത്വം കൊടുത്തേ. സ്തോത്രം. അത്രമത്തിയ കപ്പലിന്റെ അകത്ത് പൗലോസും 276 പേരുമായിട്ട് ഈ മനുഷ്യൻ കടന്നു പോകുക. കപ്പലുടമയാകുന്ന മാലൂമിയുണ്ട്. സ്തോത്രം പറഞ്ഞാട്ടെ. പൗലോസ് മുന്നമേ ദൂത് പറഞ്ഞു നമ്മുടെ യാത്രയ്ക്ക് പ്രതിസന്ധി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സ്തോത്രം പറ. എന്നാൽ ഇവിടെ വചനം പറയുന്ന ഒരു കാര്യമുണ്ട്. ആമേൻ. പൗലോസിന്റെ വാക്കിനേക്കാൾ കപ്പലുടമയാകുന്ന മാലൂമിയുടെ വാക്കിനെ അവർ അധികം വിശ്വസിച്ചു. സ്തോത്രം പറഞ്ഞാട്ടെ. ഞാൻ ഒരു ദൂത് കൈമാറാം. പ്രാർത്ഥിക്കുന്ന ഒരു ദൈവമനുഷ്യന്റെ വാക്കിനെ ഒരിക്കലും നാം തിരസ്കരിക്കരുത്. സ്തോത്രം. പ്രാർത്ഥിച്ചു പറയുന്ന ഒരു വാക്ക് നമ്മുടെ ദൃഷ്ടിക്കകത്ത് ആമേൻ വേദന ഉളവാക്കുമെങ്കിലും അത് നന്മയ്ക്ക് കാരണമാകും. പ്രാർത്ഥിച്ചു പറയുന്ന പൗലോസ് പറയുന്ന ഈ യാത്രയ്ക്കകത്ത് നമുക്ക് ഒത്തിരി ക്ലേശങ്ങളും നഷ്ടങ്ങളും ഉളവാകുവാനായിട്ട് ഇടയാകുന്നുണ്ട്. മാലൂം പറയും, ഞങ്ങൾ ദിവസവും പോകുന്ന റൂട്ടാണ്, ഇന്ന് വരെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല, ഇന്ന് വരെ ഒരു പ്രതിസന്ധി ഉണ്ടായിട്ടില്ല. പക്ഷെ ഇന്ന് പകൽക്കാലം പറയട്ടെ, മാനുഷികമാകുന്ന ആലോചനകൾക്ക് വിരോധമായി പ്രാർത്ഥിക്കുന്ന ദൈവമനുഷ്യരിൽ കൂടി പറഞ്ഞ ദൈവത്തിന്റെ വാക്ക് ജീവിതത്തിന്റെ അകത്ത് സംഭവിച്ചു. റോമിലേക്കുള്ള യാത്രയ്ക്കകത്ത് നാം കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. 27-ാം അധ്യായം 4-ാം വാക്യത്തിന്റെ അകത്ത് കാണുന്നു, ഒന്ന് പ്രതികൂലമാകുന്ന ഒരു കാറ്റിനെ പറ്റി കാണുന്നു. മതി. പൗലോസിന്റെ യാത്രയ്ക്ക് വിരോധമായി പ്രതികൂലമാകുന്ന ഒരു കാറ്റ്. സ്തോത്രം. ഇത് കപ്പലുടമയാകുന്ന മാലൂമിയെ ലക്ഷ്യമാക്കിയോ പടയാളികളെ ലക്ഷ്യമാക്കിയോ തടവുകാരെ ലക്ഷ്യമാക്കിയോ കടന്നു വരുന്നതല്ല. പൗലോസ്, നിന്റെ മേൽ കിടക്കുന്ന ദൈവത്തിന്റെ വാഗ്ദത്തം നിറവേറുവാൻ കഴിയാതെ എവിടെയേലും അതിനെയൊക്കെയും ഒന്ന് തടുക്കത്തക്ക നിലവാരത്തിൽ ഒന്നാമത്തെ കാറ്റ് പ്രതികൂലമാകുന്ന കാറ്റ്. ഇന്ന് പകൽക്കാലം കാറ്റിനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല. പക്ഷെ കാറ്റിന്റെ ആമേൻ മേഖലകളെ നമുക്ക് അനുഭവിക്കുവാൻ പറ്റും. കാറ്റിൻ്റെതാകുന്ന വേഗതകളും ശക്തികളും കൂടുമ്പോൾ അതിന്റെ പേരിനൊക്കെയും മാറ്റം വരുന്നു. ഒന്ന്, കാറ്റിനെ തന്റെ ദൂതന്മാരായും അഗ്നിജാലിയെ തന്റെ ശുശ്രൂഷകന്മാരാക്കിയും ദൈവം വെച്ചിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ കാറ്റിനെ തന്റെ ദൂതന്മാരാക്കി ദൈവം വെച്ചിരിക്കുന്നു. കർത്താവ് തന്റെ മഹത്വത്തിന് വേണ്ടി എടുക്കുന്ന പല കാര്യങ്ങളും പിശാച് പ്രതികൂലമായി വിശുദ്ധന്മാർക്ക് വിരോധമായി അവൻ എഴുന്നേൽപ്പിക്കുന്നത് വിശുദ്ധ വേദപുസ്തകത്തിന്റെ അകത്ത് കാണുന്നു. ഒന്നാമത്തെ കാര്യമാണ് പ്രതികൂലമാകുന്ന കാറ്റ്. അതേ പാസ്റ്ററെ, വാഗ്ദത്തമുണ്ട്. വാഗ്ദത്തം കേട്ട ഇറങ്ങിത്തിരിച്ച്. പക്ഷെ ഞങ്ങൾ ഇന്ന് വരെ അനുഭവിക്കാത്ത ചില പ്രതികൂലങ്ങൾ, ഞങ്ങൾ ഇന്ന് വരെ അനുഭവിക്കാത്ത ചില പ്രതിസന്ധികൾ, ഞങ്ങൾ ഇന്ന് വരെ അനുഭവിക്കാത്ത ചില വേദനകൾ, ഞങ്ങൾ ഇന്ന് വരെ അനുഭവിക്കാത്ത ചില പ്രതികൂലങ്ങൾ, ഞങ്ങൾ ഇറങ്ങിത്തിരിച്ചത് സത്യമാണ്. പക്ഷെ ഇന്ന് വരെ അനുഭവിക്കാത്ത ചില പ്രതികൂലങ്ങൾ, അതിൻ്റെ ഒരു അർത്ഥമുണ്ട്. പ്രതികൂലമാകുന്ന ഒരു കാറ്റ് നീ ജീവിതത്തിന്റെ വാഗ്ദത്ത പടകിന് വിരോധമായി, നീ കാണാം മേറയത്തിന്റെ അകത്ത് പൈശാചിക മണ്ഡലം നിനക്ക് വിരോധമായി തൊടുത്തുവിടുമ്പോൾ എല്ലാ പ്രതികൂല സാഹചര്യത്തെ അനുകൂലമാക്കുവാൻ ദൈവത്തിന് സാധിക്കുമെന്ന് പറഞ്ഞാൽ എത്ര പേർ വിശ്വസിക്കുന്നു? ചില പ്രതികൂലങ്ങൾ വഴിമാറാൻ പോകുകയാണ്, ചില പ്രതിസന്ധികൾ വഴിമാറാൻ പോകുകയാണ്. കുഞ്ഞുങ്ങളുടെ ലൈഫിൽ കിടക്കുന്ന ചില പ്രതികൂലങ്ങൾ, വിദ്യാഭ്യാസത്തിൽ കിടക്കുന്ന ചില പ്രതികൂലങ്ങൾ, ആരോഗ്യ മേഖലകൾക്കകത്ത് കിടക്കുന്ന ചില പ്രതികൂലങ്ങൾ, ജോലി മേഖലകൾക്കകത്ത് കിടക്കുന്ന ചില പ്രതികൂലങ്ങൾ, ശുശ്രൂഷ മേഖലകൾക്കകത്ത് കിടക്കുന്ന ചില പ്രതികൂലങ്ങൾ. ഇന്ന് പകൽക്കാലം എത്ര പേർ വിശ്വസിക്കുന്നു? നിന്റെ ജോലി മേഖലകൾക്കകത്ത് കിടക്കുന്ന ചില പ്രതികൂലങ്ങൾ, നിന്റെ തലമുറയുടെ ബിസിനസിന്റെ അകത്ത് കിടക്കുന്ന ചില പ്രതികൂലങ്ങൾ, സാധാരണ ക്കകത്ത് മുന്നോട്ട് പോകുവാൻ കഴിയാതെ അതിന്റെ വേഗതയെ കുറച്ചുകൊണ്ട് നിന്നെ താളം തെറ്റിക്കുന്ന ചില വിഷയത്തെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ശാസിക്കാൻ പോകുക. വിശ്വസിക്കുന്നവർ കരമടിച്ചുകൊണ്ട് ദൈവത്തിന് ഒരിക്കൽ കൂടി നന്ദി പറയാമോ? ചില പ്രതികൂല കാറ്റുകളെ ഇന്ന് പകൽക്കാലം അവൻ ശാന്തമാക്കാൻ പോകുക. ഇന്ന് കണ്ട മിസ്രൈമിനെ നീ ഇനി ഒരിക്കലും കാണത്തില്ല. ഈ വാഗ്ദത്ത ഷാർപ്പാണ് നിന്റെ കൂടാരത്തിന്റെ അകത്തുനിന്ന്, നിന്റെ തലമുറയുടെ അകത്തുനിന്ന്, നിന്റെ ബിസിനസിന്റെ അകത്തുനിന്ന്, നിന്റെ കുടുംബ ജീവിതത്തിന്റെ അകത്തുനിന്ന് ചില പ്രതികൂലമാകുന്ന കാറ്റിനെ ദൈവം ഇന്ന് പകൽക്കാലം ശാസിക്കാൻ പോകുക.
വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കർത്താവിന് നന്ദി പറഞ്ഞേ. ആമേൻ. പ്രതികൂലമാകുന്ന കാറ്റ്, സ്തോത്രം പറഞ്ഞാട്ടെ. ഒന്നാമത് പിശാച് എഴുന്നേൽപ്പിച്ചതാണ് പ്രതികൂലമാകുന്ന കാറ്റ്. ഇന്ന് പകൽക്കാലം ഏതൊരു പ്രതികൂലത്തിന്റെ നടുവിലും അനുകൂലമായി ഒരുവന്റെ കരം നിനക്ക് വേണ്ടി നിൽക്കുകയാ. ഈ പ്രതികൂലം കണ്ട് കുഞ്ഞെ നീ ഭാരപ്പെടരുത്. ഈ പ്രതിസന്ധി കണ്ട് അച്ഛാ നിങ്ങൾ ഭയപ്പെടരുത്. ഈ പ്രതികൂലത്തിന്റെ നടുവിൽ അനുകൂലമാകുന്ന ഒരു കരം ഇന്ന് പകൽക്കാലം ബ്രദർ കർത്താവിന്റെ ആത്മാവ് എന്നോട് പ്രവചിക്കാൻ പറയുന്നു. നീ കാണുന്ന പ്രതികൂലത്തിന്റെ നടുവിൽ ദൈവത്തിന്റെ ഒരു വഴിയുണ്ട്. നീ കാണുന്ന പ്രതിസന്ധികൾക്ക് നടുവിൽ ദൈവത്തിന്റെ ഒരു വഴിയുണ്ട്. ഇന്ന് ഈ 6 മാസത്തിന്റെ അകത്ത് നീ കടന്നു പോകുന്ന ചില പ്രതികൂല കാറ്റിന്റെ നടുവിൽ 7-ാം മാസം ദൈവം ചില പ്രതികൂല കാറ്റുകളെ മാറ്റിക്കൊണ്ട് അനുകൂലമായി ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി ചലിപ്പിക്കപ്പെടുമെന്ന് പരിശുദ്ധാത്മാവ് നിയോഗത്തോടെ ദൂത് കൈമാറുന്നു. കാരണം കാറ്റിനെ തന്റെ ദൂതന്മാരായി ഇന്ന് പകൽക്കാലം വിശ്വസിക്കുക. ചില പ്രതികൂലത്തിന്റെ കാറ്റുകൾ വഴിമാറട്ടെ. ചില വ്യക്തികൾ നിനക്ക് പ്രതികൂലമാണ്, ചില കുടുംബങ്ങൾ നിനക്ക് പ്രതികൂലമാണ്. വിശ്വസിച്ച് ഇന്ന് പകൽക്കാലം ചിലതിനെ അനുകൂലമാക്കാൻ ദൈവത്തിന് സാധിക്കുക. അതേ സിസ്റ്ററെ, ചിലതിനെ അനുകൂലമാക്കുവാൻ ദൈവത്തിന് സാധിക്കുക. ചില സാഹചര്യത്തെ അനുകൂലമാക്കുവാൻ, ചില സമ്മർദ്ദങ്ങളെ അനുകൂലമാക്കുവാൻ ദൈവത്തിന് സാധിക്കുമെന്ന് പറഞ്ഞാൽ എത്ര പേർ കരമടിച്ചു ദൈവത്തിന് നന്ദി പറയും? താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഇന്ന് ഈ സമയം വരെ ഈ വചനം കേൾക്കുമ്പോൾ ഈ സമയം വരെ ഏതെല്ലാം മേഖലകൾ നിങ്ങൾക്ക് പ്രതികൂലമായി നിന്നു, ആ എല്ലാ മേഖലകൾ നിങ്ങൾക്ക് അനുകൂലമായി മാറാൻ പോകുന്നു. Praise the Lord. Praise the Lord. 27:7 കാണുന്നു സമ്മതിക്കാത്ത കാറ്റ്. രണ്ടാമതൊരു കാറ്റ് വാഗ്ദത്തങ്ങൾക്ക് വിരോധമായി, യാത്രയ്ക്ക് വിരോധമായി സമ്മതിക്കാത്ത കാറ്റ്. ഏത് കാര്യത്തിന് നടുവിലും സമ്മതിക്കത്തില്ല. മുന്നോട്ടൊരു ഇഞ്ച് നടക്കുവാൻ സമ്മതിക്കത്തില്ല. വാഗ്ദത്തങ്ങളിലേക്ക് ലക്ഷ്യം വെക്കാൻ സമ്മതിക്കത്തില്ല. ഒരല്പം മുന്നോട്ട് പോകുമ്പോൾ അതേ പാടി കാറ്റ് വന്ന് പുറകോട്ട് കൊണ്ടുപോകുക. ഒരു വിധത്തിലും സമ്മതിക്കത്തില്ല. സമ്മതിക്കാത്ത ഏതെങ്കിലും വ്യക്തിജീവിതങ്ങളോ, സമ്മതിക്കാത്ത ഏതെങ്കിലും പ്രതികൂലങ്ങളോ, സമ്മതിക്കാത്ത ഏതെങ്കിലും പ്രതിസന്ധിയിൽ കൂടി നിങ്ങൾ കടന്നു പോകുന്നെങ്കിൽ ഇന്ന് രാത്രികാലം കാറ്റുകളെ തന്റെ ദൂതന്മാരായി വെളിപ്പെടുത്തുന്ന ദൈവം. സ്തോത്രം പറ. നിനക്ക് അനുകൂലമാകേണ്ട വഴികളെയൊക്കെയും പ്രതികൂലമാക്കി, നിനക്ക് അനുകൂലമായി കൂളായി പോകേണ്ട സാഹചര്യങ്ങളെയൊക്കെ സമ്മതിപ്പിക്കാതെ, സ്തോത്രം പറ. ഇന്ന് പകൽക്കാലം ഈ ദൂത് കൈമാറ്റം ചെയ്യുമ്പോൾ ഒരു ദൂത് ഉറപ്പാണ്. ദൈവം പലതിനെ സമ്മതിപ്പിക്കാൻ പോകുകയാ. ദൈവം പലതിനെ സമ്മതിപ്പിക്കാൻ പോകുക. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കർത്താവിന് നന്ദി പറഞ്ഞ്. രണ്ടാമത്തെ കാറ്റ് സമ്മതിക്കാത്ത കാറ്റ്. മൂന്നാമതൊരു കാറ്റ് ആമൻ അവിടെ അടിച്ചു. ആമൻ വിരോധമായി ഈശാന എന്ന കൊടുങ്കാറ്റ്. സ്തോത്രം പറ. മൂന്നാമതൊരു കാറ്റടിച്ചു, ഈശാനമൂലം എന്ന കൊടുങ്കാറ്റ്. സ്തോത്രം പറഞ്ഞാട്ടെ. കൊടുങ്കാറ്റിന്റെ മുമ്പിൽ ആരും പതറിപ്പോകുക. ഈശാനമൂലം എന്ന കൊടുങ്കാറ്റ്. ഇച്ചിരിയും കൂടെ വ്യക്തമായി പറഞ്ഞാൽ യോബിന്റെ ജീവിതത്തിലേക്ക് ഒന്ന് നോക്കിയാൽ മതി. യോബ് എന്ന് പറയുന്ന ദൈവമനുഷ്യൻ, അവൻ ഈ കാറ്റിനെ പറ്റി പറയും. സ്തോത്രം പറഞ്ഞാട്ടെ. ഊസ് എന്ന ദേശത്ത് യോബ് എന്ന് പറയുന്ന ഒരു ദൈവമനുഷ്യൻ, അവനെപ്പോലെ നിഷ്കളങ്കൻ, നേരുള്ളവൻ, ദൈവവത്തൻ, ദോഷം വിട്ടവൻ ഭൂമിയിൽ ആരുമില്ല. ദൈവവും പിശാചും പറഞ്ഞൊരു സാക്ഷ്യം. അബ്രഹാമിന്റെ സമകാലികനാകുന്ന ജനിച്ചു വളർത്തപ്പെട്ട ഈ ദൈവമനുഷ്യനെ സംബന്ധിച്ച് അവൻ ആ ഭൂമിയിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിൽ ദൈവം അവനെ അനുഗ്രഹിച്ചു. സ്തോത്രം പറഞ്ഞാട്ടെ. 7000 ആടുണ്ടായിരുന്നു, 3000 ഒട്ടകം, 500 ഏർക്കാള, 500 പെൺകഴുത, ദാസിദാസന്മാർ, മൃഗസമ്പത്തുകൾ, 7 അനുഗ്രഹിക്കപ്പെട്ട മക്കൾ, 7 അനുഗ്രഹിക്കപ്പെട്ട ആൺതലമുറ, 3 അനുഗ്രഹിക്കപ്പെട്ട പെൺകുഞ്ഞുങ്ങൾ. അങ്ങനെ പുത്രസമ്പത്തിലൊക്കെ യോബ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. തേമനാകുന്ന എലിഫസും, ശൂഗ്യനാകുന്ന ബിൽദാദും, നയമത്തിനാകുന്ന സോഫറൊക്കെയും അനുഗ്രഹിക്കപ്പെട്ട നല്ല കൂട്ടുകാരും യോബിനുണ്ടായിരുന്നു. സ്തോത്രം പറഞ്ഞാട്ടെ. പക്ഷെ യോബിന്റെ അകത്ത് ഒറ്റ ചിന്തയുള്ളൂ, എൻ്റെ മക്കൾ ദൈവസന്നിധി വിട്ടു പോകരുത്. സ്തോത്രം പറ. എൻ്റെ മക്കൾ ലോകത്തിന് വേണ്ടിയുള്ളതല്ല, എൻ്റെ മക്കൾ പാപത്തിന് വേണ്ടിയുള്ളതല്ല, എൻ്റെ മക്കൾ സാമ്രാജ്യങ്ങൾക്ക് വേണ്ടി ഓടേണ്ടവരല്ല. എൻ്റെ മക്കൾ തലമുറ ദൈവസന്നിധിയിൽ വിട്ടുപോകാതെ വണ്ണം തങ്ങളുടെ സംഖ്യക്കൊത്തവണ്ണം നന്നാ രാവിലെ എഴുന്നേറ്റ് അവർക്ക് വേണ്ടി യാഗം കഴിക്കുന്ന ഒരു പിതാവ്. സ്തോത്രം പറ. പ്രമാണമില്ലാത്ത കാലഘട്ടത്തിൻ്റെ അകത്ത് പ്രമാണത്തിന് വേണ്ടി നിന്നു. എന്നാൽ വചനം പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്, ഈ മനുഷ്യന്റെ ജീവിതത്തിന്റെ നടുവിൽ ഒന്ന് ശബയാർ വന്ന് ഇവന്റെ നന്മകൾ പിടിച്ചോണ്ട് പോയി, ശേഷമുള്ളതിനെ വാളിന്റെ വായ്ത്തലയ്ക്ക് വെട്ടിക്കളഞ്ഞു, ആകാശത്തെ തീയിറക്കി ചാമ്പലാക്കി. നാലാമതൊരു കാര്യം വന്നു. അഞ്ചാമത് ഈ മനുഷ്യന്റെ ജീവിതത്തിൽ രോഗം വന്നു. ആറാമത് ഈ മനുഷ്യന്റെ മുന്നിൽ അവൻ ഒറ്റപ്പെടൽ കടന്നു വന്നു. നാലാമതൊരു കാര്യം വന്നു. 1:19 ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, ഒരു കൊടുങ്കാറ്റ് വന്ന്
വീടിന്റെ 4 മൂലയ്ക്കും അടിച്ചു. അത് യൗവനക്കാരുടെ മേൽ വീണ് യൗവനക്കാർ ഈ ലോകത്തുനിന്ന് നഷ്ടപ്പെട്ടു. ഒരായുസ്സിൽ ദൈവം കൊടുത്ത നന്മ ഈ മനുഷ്യന്റെ ജീവിതത്തിൽ നിന്ന് പോയി കേട്ടോ. ശബയാർ വന്ന് നന്മകളെ പിടിച്ചോണ്ട് പോയി. ശേഷമുള്ളതിനെ വാളിന്റെ വായ്ത്തലയ്ക്കാൽ വെട്ടിക്കളഞ്ഞു. അവൻ ഇങ്ങനെ നന്മകളെല്ലാം പോയി ഈ ദൈവ മനുഷ്യന്റെ ജീവിതത്തിന്റെ നടുവിൽ ഒരു ഓട്ട് കഷ്ണം എടുത്ത് ചുരണ്ടിക്കൊണ്ടിരിക്കുന്ന ഈ ദൈവ മനുഷ്യന്റെ ജീവിതത്തിന്റെ നടുവിൽ വിശ്വാസത്തിന് വേണ്ടി നിന്ന ഇവന്റെ വിശ്വാസത്തിന്റെ പരിശോധനകളെ ചോദ്യം ചെയ്യുന്ന യോബിന്റെ ജീവിതത്തിന്റെ നടുവിൽ പ്രത്യാശ നിർഭയമാകുന്ന ഒത്തിരി കാര്യങ്ങൾ ഈ മനുഷ്യൻ വേദപുസ്തകത്തിന്റെ അകത്ത് നമുക്ക് പറയുവാൻ സാധിക്കുന്നു. ജീവിതത്തിന്റെ അകത്ത് ഞാൻ യോബിനോട് ചോദിക്കുക, യോബേ നിന്റെ ജീവിതത്തിന്റെ അകത്ത് ഏറ്റവും വലിയ വേദന എന്താ? യോബ് ഇങ്ങനെ പറയും, അനിപ്പാസേ എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ വേദന എന്തെന്നറിയാവോ? ഒരു ചോമൻ കൊടുങ്കാറ്റ് കടന്നു വന്ന് എന്റെ തലമുറകളുടെ നന്മകളെ അടച്ചു കളഞ്ഞു. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് ദൂതിന്റെ ആഴ മനസ്സിലായി? ഒരു കൊടുങ്കാറ്റ് പ്രതീക്ഷിക്കാത്ത സമയത്ത് വീടിന്റെ 4 മൂലയ്ക്ക് അടിച്ച് 10 മക്കൾ തൽക്ഷണം മരിച്ചുപോയി. എന്റെ തലമുറകൾക്ക് വേണ്ടി ഇന്നും ഒരു വഴി ഓപ്പൺ ആയിട്ടില്ല. എന്റെ തലമുറകൾക്ക് വേണ്ടി ഒരു വാതിൽ ഓപ്പൺ ആയിട്ടില്ല. നാളുകളായി വർഷങ്ങളായി കരയുന്നു, നാളുകളായി പ്രാർത്ഥിക്കുന്നു, നാളുകളായി നിലവിളിക്കുന്നു. യോബിന്റെ ജീവിതത്തിന്റെ മനസ്സിനെ മുറിവേൽപ്പിച്ച ഏക വിഷയം അവൻ ഒരു കൊടുങ്കാറ്റാണെങ്കിൽ 38-ാം അധ്യായത്തിന്റെ അകത്ത് ദൈവം ചുഴലിക്കാറ്റിന്റെ അകത്ത് ഇറങ്ങി വന്നെന്ന് വിശ്വസിക്കുന്നവർ കരമടിച്ചുകൊണ്ട് ദൈവത്തിന് നന്ദി പറഞ്ഞ് അതിനൊരർത്ഥമുണ്ട്. കൊടുങ്കാറ്റിൽ നഷ്ടപ്പെട്ടതിന്റെ തലമുറകളെ നന്മകളെ മടക്കി തരാൻ ചുഴലിക്കാറ്റിൽ എന്റെ ദൈവം ഇറങ്ങി വരും. കരമടിച്ച് അഭിഷേകത്തോടെ ഇന്ന് പകൽക്കാലം ഒരു കൊടുങ്കാറ്റ് ഇതിന്റെ അകത്ത് മുടങ്ങട്ടെ. ഇന്നലകളിലെ കൊടുങ്കാറ്റിനപ്പുറമായി ഒരു ചുഴലിക്കാറ്റിന്റെ സ്വാധീനം ഈ ഹാലയത്തിന്റെ അകത്ത് നിറയാണ്. പവർ ഇൻ ദി നെയിം ഓഫ് ജീസസ്. ശക്തിയുടെ അഭിഷേകം ശക്തമായി വ്യാപരിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. നിരാശകളെ കെട്ടുകളെ പൊട്ടിച്ച് ആത്മാവിൽ പുറത്തു വരട്ടെ. നിനക്ക് വേണ്ടി ഒരു കൊടുങ്കാറ്റിനെ അയക്കുവാൻ നിനക്ക് വെളിപ്പെട്ട കാറ്റുണ്ട്. സ്വത്രം പറഞ്ഞാട്ടെ. നശിപ്പിക്കാൻ യേശുവിനെയും തന്റെ ശിഷ്യന്മാരും അക്കരെ കടന്നു പോകുമ്പോൾ അതേ വെള്ളത്തിന്റെ അകത്തമായിരിക്കുന്ന ചില തലമുറയുടെ ഭാവി സംബന്ധമാകുന്ന വഴികളെ ദൈവത്താൽ തുറക്കപ്പെടാൻ പോകുക. നീ മറുകര കയറരുത്, നീ മറുകര എത്തപ്പെടരുത്. നശിപ്പിക്കുവാൻ വ്യാപരിച്ച കാറ്റിനെ യേശു എഴുന്നേറ്റ് ശാസിച്ചു. ശിഷ്യന്മാര് കണ്ടത് ഉയർന്നു നിൽക്കുന്ന തിരമാലയാണെങ്കിൽ യേശു കണ്ടത് അതിന്റെ പിന്നിൽ വ്യാപരിക്കുന്ന കാറ്റിനെയാ. ഇന്ന് പകൽക്കാലം നാം കാണുന്നത് പോലല്ല ദൈവം കാണുന്നത്. ഇന്ന് പകൽക്കാലം കുഞ്ഞെ ഒരു കാര്യം പറയാം, പല കാര്യങ്ങൾ ജീവിതത്തിൽ വിധി എന്ന് പറഞ്ഞു പോകരുത്. സ്വത്രം പറ. എല്ലാം ദൈവം അനുവദിച്ച് തന്നതല്ലേ എന്നോർത്തും സ്വത്രം പറഞ്ഞാട്ടെ. ദൈവം എല്ലാം തന്നതല്ലേ എന്നോർത്തും പോകരുത്. ഇതിന്റെ പിന്നിൽ സാത്താന്യ മണ്ഡലം ചലിക്കുന്നെങ്കിൽ അതിനെ ഇന്ന് പകൽക്കാലം പൊളിക്കണം. സ്തോത്രം പറ, സ്തോത്രം പറ, സ്തോത്രം പറ. നിനക്ക് വിരോധമായി നശിപ്പിക്കുവാൻ എഴുന്നേറ്റ സമ്മതിപ്പിക്കാത്ത പ്രതികൂലമാകുന്ന ആമേശ്വരം നഷ്ടങ്ങളെ വരുത്തിയ വഴികളെ അടച്ച കാറ്റിനെ ഇന്ന് പകൽക്കാലം ദൈവം അസ്തമിപ്പിക്കും. തുടർന്നുള്ള മാസങ്ങൾ അത്ഭുതകരമാകുന്ന സാക്ഷ്യം പറയും. വർഷങ്ങളായി നിങ്ങൾ കരഞ്ഞ ചില വിഷയങ്ങൾക്ക് എന്നുള്ള മറുപടികൾ നിങ്ങൾ പറയും. ഈ ആലയത്തിന്റെ അകത്ത് വർഷങ്ങളായി തലമുറയുടേതാകുന്ന ചില വിഷയങ്ങൾക്ക് നടുവിൽ, കുടുംബജീവിതത്തിൻ്റെതാകുന്ന ചില വിഷയങ്ങൾക്ക് നടുവിൽ, ഭാരപ്പെട്ട ചില വിഷയങ്ങൾക്ക് നടുവിൽ ദൈവം അത്ഭുതത്തിന്റെ വിടുതലിന്റെ സാക്ഷ്യം ഇതിന്റെ അകത്ത് പറയും. വിശ്വസിക്കുന്നവർ കർത്താവിനൊന്ന് മഹത്വം കൊടുത്തേ. സ്തോത്രം. പിശാചിന്റെ കാറ്റിന്റെ പ്രത്യേകത വഴി തടയുന്നതാണെങ്കിൽ, സമ്മതിപ്പിക്കാത്തതാണെങ്കിൽ, നശിപ്പിക്കാൻ വെളിപ്പെടുന്നതാണെങ്കിൽ, നഷ്ടം വരുത്താൻ വരുന്നതാണെങ്കിൽ ദൈവത്തിൻ്റെ കാറ്റിന് പ്രത്യേകതയുണ്ട്. അത് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ തയ്യാറാകുകയാണ്. എന്താണ് പ്രത്യേകത? ഒന്നാമത്തെ കാറ്റിൻ്റെ പ്രത്യേകത യെഹെസ്കേൽ 37 മുതൽ 10 വരെ 9-10 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നാം കാണുന്നൊരു കാര്യമുണ്ട്. പ്രവാചകനെ അസ്ഥിയുടെ താഴ്വരയ്ക്കകത്തേക്ക് സർവശക്തനാകുന്ന ദൈവം അയക്കുകയാണ്. ദൈവം അയച്ച പ്രവാചകൻ താഴ്വരകൾക്ക് നടുവിലേക്ക് കടന്നു ചെന്നപ്പോൾ അസ്ഥിയോട് വേർപെട്ട് കിടക്കുന്നു. സ്തോത്രം പറഞ്ഞാട്ടെ. അസ്ഥിയോട് വേർപെട്ട് കിടക്കുന്നു. അതിൻ്റെ അകത്ത് മാംസമില്ല, തൊക്കില്ല, അത് ഏറ്റവും ഉണങ്ങിക്കിടക്കുക. കൈവേറെ തലവേറെ ഒക്കെയുമായി അസ്ഥികൾ പല ദിക്കിലേക്ക് ചെതറിച്ചു കളഞ്ഞ പൈശാചിക മണ്ഡലങ്ങൾക്ക് നടുവിൽ അവിടെ നാം കാണുന്ന ഒരു കാര്യമുണ്ട്. പ്രവാചകനോട് പറഞ്ഞു, ഈ അസ്ഥിയെ നോക്കി നീ ഒന്ന് പ്രവചിക്ക.
സ്തോത്രം പറ. ദൈവം അയക്കുന്ന മേഖലകൾക്ക് നടുവിലേക്ക് കടന്നു ചെന്നപ്പോൾ അവിടെ കണ്ടത് നിരാശപ്പെടുത്തുന്ന ചില അന്തരീക്ഷം. ആ നിരാശപ്പെടുന്ന അന്തരീക്ഷത്തിന്റെ നടുവിൽ അവൻ പ്രവചിക്കുവാൻ തയ്യാറായപ്പോൾ ഒന്നാമത് വെളിപ്പെട്ടു, ജീവിപ്പിക്കുന്ന കാറ്റ് വെളിപ്പെട്ടു. സ്തോത്രം പറ. പിശാച് തല്ലിക്കടത്തിയ മേഖലകൾക്ക് നടുവിൽ, ആമേൻ, തല്ലിക്കടത്തിയ ബന്ധങ്ങൾക്ക് നടുവിൽ, ചെതറിച്ചു കളഞ്ഞ അനുഭവങ്ങൾക്ക് നടുവിൽ അതേ ജീവിപ്പിക്കുന്ന കാറ്റ് വെളിപ്പെട്ടു. അതിനെ ഒരു സൈന്യമായി എഴുന്നേൽപ്പിച്ചു. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് ആ ദൂതിന്റെ ആഴം മനസ്സിലായി? ദൈവത്തിന്റെ കാറ്റ് എവിടെയെങ്കിലും വെളിപ്പെട്ടെങ്കിൽ നാളുകളായി തല്ലിക്കടത്തിയ ജീവിതങ്ങളെ ഒന്നിപ്പിക്കുവാൻ, നാളുകളായി തല്ലിക്കടത്തിയ വ്യക്തി ജീവിതങ്ങളെ ഒന്നിപ്പിക്കുവാൻ, ജീവനില്ലാത്ത മേഖലകൾക്കകത്ത് ജീവൻ പകരുവാൻ ദൈവത്തിന്റെ കാറ്റിന് പറ്റുമെന്ന് വിശ്വസിക്കുന്നവർ കരമടിച്ചുകൊണ്ട്, അതേ ബ്രദറെ, ചിലതൊന്നിക്കാൻ പോകുക. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ കർത്താവിന് നന്ദി പറഞ്ഞേ. പിശാച് തല്ലിക്കടത്തിയ ചില വിഷയങ്ങൾക്ക് നടുവിൽ ഇന്ന് പകൽക്കാലം പ്രാർത്ഥിച്ച് ഒരു ജീവിപ്പിക്കുന്ന കാറ്റ് എനിക്ക് വേണ്ടി വെളിപ്പെടണമേ കർത്താവേ. ഇന്ന് പകൽക്കാലം അതിന്റെ പിന്നിൽ വ്യാപരിക്കുന്ന മാനുഷിക ശക്തിയല്ല, അതിന്റെ പിന്നിൽ വ്യാപരിക്കുന്ന ഒരു പൈശാചിക മണ്ഡലമുണ്ട്. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ കാറ്റ് അതിന്മേൽ വെളിപ്പെടട്ടെ. ചിതറിച്ചു കളഞ്ഞ മേഖലകൾക്ക് നടുവിലേക്ക് ദൈവത്തിന്റെ കാറ്റ് വെളിപ്പെട്ടപ്പോൾ ചിതറിയതിനെയൊക്കെയും ദൈവം ഒന്നാക്കി മാറ്റി. ഇന്ന് പകൽക്കാലം വിശ്വസിക്കുക, ഒന്നാമത്തെ ദൈവത്തിന്റെ കാറ്റിന്റെ പ്രത്യേകത ഇത് ജീവിപ്പിക്കുന്ന കാറ്റാണ്. മരിച്ചതിനെ ജീവിപ്പിക്കുക, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റും? മരിച്ചതിനെ ജീവിപ്പിക്കാൻ ദൈവത്തിന് പറ്റും, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്താൻ പറ്റും. എവിടെ പരിശുദ്ധാത്മാവിന് സ്വാതന്ത്ര്യം കൊടുക്കുന്നു, എവിടെ പരിശുദ്ധാത്മാവിന് ജീവിതത്തിന്റെ അകത്തേക്ക് സ്വാധീനം കൊടുക്കുന്നു, എവിടെ പരിശുദ്ധാത്മാവിന് കുടുംബത്തിന്റെ അകത്ത് പ്രാധാന്യം കൊടുക്കുന്നു, എവിടെ പരിശുദ്ധാത്മാവിന് ആരാധന ആലയത്തിന്റെ അകത്ത്, ആരാധനയ്ക്കകത്ത് ആമേൻ സ്വാതന്ത്ര്യം കൊടുക്കുന്നു, അവിടെ ജീവിപ്പിക്കുന്ന കാറ്റ് വെളിപ്പെടുമെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കരമടിച്ചുകൊണ്ട് ദൈവത്തിന് നന്ദി പറഞ്ഞേ. എന്തോ വലിയ കാര്യം നിങ്ങളുടെ ലൈഫിൽ ദൈവം ചെയ്യും. വിശ്വസിച്ചോ. ഇന്ന് പകൽക്കാലം ജീവിപ്പിക്കുന്ന കാറ്റ് വെളിപ്പെടാൻ പോകുന്നു. സ്തോത്രം പറ. കോമാ സ്റ്റേജിൽ പോയതാ കർത്താവിൻ്റെ ദാസി. വിവാഹം കഴിഞ്ഞ് 3 മാസമായതേ ഉള്ളൂ. ഡോക്ടർമാർ പറഞ്ഞു അധികം ജീവിക്കത്തില്ല. സ്തോത്രം പറ. വൈദ്യശാസ്ത്രം വിരോധമായി നിന്നു. ഞങ്ങളെ ആരെയും തിരിച്ചറിയാതെ കിടക്കുമ്പോഴും ഞങ്ങൾക്കറിയാം ജീവിപ്പിക്കുന്ന ഒരു കാറ്റുണ്ടെന്ന്. ഇന്നും ആമേശ്വരൻ തൻ്റെ ദാസി ധൈര്യത്തോടെ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നെങ്കിൽ മാനുഷികമായി എഴുതി വെച്ച മരുന്ന് കുറിപ്പുകളെല്ലാം മാറ്റിവെച്ച് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിലേക്ക് വിട്ടുകൊടുത്തപ്പോൾ അതിൻ്റെ പിന്നിൽ വ്യാപരിച്ചൊരു ജീവന്റെ ശക്തിയുണ്ട്. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, ചിതറിക്കിടക്കുന്ന ചില ബന്ധങ്ങൾക്ക് നടുവിലേക്ക് ഇന്ന് പകൽക്കാലം ജീവിപ്പിക്കുന്ന കാറ്റെന്ന് വെളിപ്പെടാൻ പോകുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് ദൂത് കൈമാറുന്നു. ഒന്നാമത് ദൈവത്തിന്റെ കാറ്റിന്റെ പ്രത്യേകത, ആ കാറ്റ് വെളിപ്പെടുത്തുന്നവർക്ക് ഒരു സൈന്യം എഴുന്നേൽക്കുക. ഇന്ന് പകൽക്കാലം ഏലിം ചർച്ചിന്റെ പിന്നിൽ ഒരു സൈന്യമുണ്ട്, അഭിഷേകത്തിന്റെ പിന്നിൽ ഒരു സൈന്യമുണ്ട്. കാരണം പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിന് പൂർണ്ണമായി വിട്ടുകൊടുക്കുന്ന സഭയാണ്, പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിന് വിട്ടുകൊടുക്കുന്ന ശുശ്രൂഷയാണ്. ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാവിൽ ഒരു ദൂത് കൈമാറാ, ഇതിന്റെ പിന്നിൽ ഒരു സൈന്യം എഴുന്നേൽക്കാൻ പോകുന്നു. ഒന്നാമത്തെ കാറ്റ് ജീവിപ്പിക്കുന്ന കാറ്റ്. ആമേൻ. പുറപ്പാട് പുസ്തകം 14-21 അധ്യായത്തിന്റെ അകത്ത് വഴി അടഞ്ഞു നിൽക്കുന്ന ഇസ്രായേൽ ജനത്തിന് മുമ്പാകെ വാഗ്ദത്തം കൊണ്ട് ഇറങ്ങിത്തിരിച്ച് മുന്നോട്ട് വഴിയില്ല. വാഗ്ദത്ത ദേശത്ത് എപ്പെടണം അവർ ആമേൻ നോക്കുമ്പോൾ അവരെ മുൻപാകെ ചെങ്കടൽ ആമേൻ വഴി അടഞ്ഞു നിൽക്കുന്നു. മുന്നോട്ടൊരു സാധ്യതയില്ല, മുന്നോട്ടൊരു മേഖലയില്ല. പക്ഷെ ദൈവത്തിന്റെ പ്രത്യേകത, അവൻ ഒരു കിഴക്കൻ കാറ്റിനെ അടുപ്പിച്ചു, അതിന്റെ നടുവിൽ കൂടി ദൈവം വഴി തുറന്നെന്ന്. രണ്ടാമത് ഒരു പ്രത്യേകത പറയാം, ദൈവത്തിന്റെ ആമേൻ കാറ്റിന്റെ ഒരു പ്രത്യേകത, അത് വഴി തുറക്കുന്ന കാറ്റാണ്. ഇന്ന് പകൽക്കാലം നിന്റെ മുമ്പാകെ അസ്തമിച്ചതും അടയപ്പെട്ടതുമാകുന്ന സകല വഴികളും തുറക്കുവാൻ ഇന്ന് പകൽക്കാലം ഒരു കിഴക്കൻ കാറ്റ് അടുപ്പിക്കുവാൻ ദൈവത്തിന് നിന്റെ ജീവിതത്തിന്റെ അകത്ത് പദ്ധതിയുണ്ടെന്ന് പറഞ്ഞാൽ, ദൈവത്തിന് നിന്റെ കുടുംബത്തിന്റെ അകത്ത് പദ്ധതിയുണ്ടെന്ന് പറഞ്ഞാൽ, ദൈവത്തിന് നിന്റെ തലമുറയുടെ മേൽ പദ്ധതിയുണ്ടെന്ന് പറഞ്ഞാൽ എത്ര പേർ കരമടിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കും? സ്തോത്രം.
രണ്ടാമത്തെ കാറ്റിന്റെ പ്രത്യേകതയോ വഴി തുറക്കുന്ന കാറ്റ്. എത്ര പേർ പ്രാർത്ഥിക്കും, കർത്താവേ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു വഴി തുറക്കണമേ? ഇന്ന് പകൽക്കാലം ആ കാറ്റ് ഇസ്രായേൽ ജനത്തിന്റെ ജീവിതത്തിന്റെ നടുവിൽ, ചെങ്കടലിന്റെ നടുവിൽ വെളിപ്പെട്ടു വന്നതുപോലെ ഇന്ന് പകൽക്കാലം വഴി തുറക്കുന്ന ഒരു കാറ്റ് എനിക്ക് വേണ്ടി വെളിപ്പെടണം, എൻ്റെ കുടുംബത്തിന് വേണ്ടി വെളിപ്പെടണം, എൻ്റെ തലമുറകൾക്ക് വേണ്ടി വെളിപ്പെടണം, എൻ്റെ ശുശ്രൂഷകൾക്കകത്ത് വെളിപ്പെടണം. എത്ര പേർ ദൈവത്തിന് ഇന്ന് പകൽക്കാലം മഹത്വം കൊടുക്കുക? അതേ, യോർദാന് പിളർന്നുകൊണ്ട് മറുകര കയറുവാൻ ദൈവത്തിന്റെ ഒരു നിയോഗം നമ്മുടെ മേൽ കടപ്പുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാവിൽ ഒരു ദൂത് കൈമാറാ, വഴി തുറക്കുന്ന ഒരു കാറ്റുണ്ട്. സ്തോത്രം പറഞ്ഞാട്ടെ. ആമേൻ. ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായത്തിന്റെ അകത്ത് കാണുന്നു, ആമേൻ, ഒരു ദൈവം ഒരു കാറ്റടിപ്പിച്ചു, നോഹയുടെ പടകിനെ ദൈവം ഉറപ്പിച്ചെന്ന്. സ്തോത്രം പറ, സ്തോത്രം പറ. ആമേൻ. 8-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിന്റെ അകത്ത് കാണുന്നു, ചില നാളുകളായി ആമേൻ ഈ പടക് ആടി ഉലഞ്ഞ് ആമേൻ നടക്കുകയാണ്. എവിടെയും ഉറയ്ക്കാതെ വണ്ണം ആമേൻ ഇത് ആടി ഉലഞ്ഞ് മുന്നോട്ട് കടന്നു പോകുമ്പോൾ ദൈവത്തിന്റെ വചനത്തിന്റെ അകത്ത് കാണുന്ന ഒരു കാര്യമുണ്ട്. ആമേൻ, ദൈവം ഭൂമിയിന്മേൽ ഒരു കാറ്റടിപ്പിച്ചു, അതിനെ ഉണങ്ങിയ നിലമാക്കിയെന്ന്, ആ പെട്ടകത്തെ അറാറത്തിന്റെ അകത്തുകൊണ്ട് ഉറപ്പിച്ചെന്ന്. ഇന്ന് പകൽക്കാലം ഉറപ്പിക്കത്തില്ലെന്ന് എഴുന്നേൽക്കുന്ന ശക്തികൾക്ക് നടുവിൽ, ഉറപ്പിക്കത്തില്ലെന്ന് എഴുന്നേൽക്കുന്ന വാദിക്കുന്ന വ്യക്തിജീവിതങ്ങൾക്ക് നടുവിൽ ദൈവത്തിനെ ഉറപ്പിക്കാൻ പോകുക എന്ന് പറഞ്ഞാൽ എത്ര പേർ കരമടിച്ച് ദൈവത്തിന് നന്ദി പറയുക? ഇന്ന് പകൽക്കാലം ഉറപ്പിക്കത്തക്ക നിലവാരത്തിൽ ദൈവത്തിന്റെ കാറ്റ് വെളിപ്പെടുകയാ. ആടിയുലഞ്ഞ കാലഘട്ടം മതി, ആടിയുലഞ്ഞ ദിവസങ്ങൾ മതി. ദൈവത്തിനെ ഉറപ്പിക്കാൻ പോകുകയാ, ദൈവത്തിന്റെ തലമുറകളെ ഉറപ്പിക്കാൻ പോകുകയാ, ദൈവത്തിന്റെ ദേശത്ത് ഉറപ്പിക്കാൻ പോകുകയാ, ദൈവത്തിന്റെ കുടുംബത്തെ ഉറപ്പിക്കാൻ പോകുകയാ, ദൈവത്തിന്റെ തലമുറകളെ ചില സ്ഥാനത്ത് അവൻ ഉറപ്പിക്കാൻ പോകുക. കരമടിച്ച് അഭിഷേകത്തോടെ ദൈവത്തെ ആരാധിച്ച് ഇന്ന് പകൽക്കാലം ഒരു കിഴക്കൻ കാറ്റ് ഇതിന്റെ അകത്ത് വെളിപ്പെടട്ടെ. നിന്നെ ഉറപ്പിക്കുന്ന ഒരു ദൈവ സാന്നിധ്യം. പരിശുദ്ധാത്മാവ് നിയോഗത്തോടെ ദൂത് കൈമാറുന്നു. ഉറപ്പിക്കത്തില്ലെന്ന് വാദിക്കുന്ന മേഖലകൾക്ക് നടുവിൽ ദൈവത്തിനെ ഉറപ്പിക്കാൻ പോകുകയാണ്, ദൈവത്തിന്റെ കുടുംബത്തെ ഉറപ്പിക്കാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ദൈവത്തിന് ഒരുമിച്ച് മഹത്വം കൊടുത്ത് എല്ലാ പ്രതികൂലമാകുന്ന സാഹചര്യത്തെയും അനുകൂലമാക്കി ദൈവത്തിനെ ഉറപ്പിക്കാൻ പോകുക. വിശ്വസിക്കുന്നവരുണ്ട്, ദൈവത്തിന് നന്ദി പറഞ്ഞേ. ബ്രദറെ, ദൈവം നിങ്ങളെ ഉറപ്പിക്കുക. ദൈവദാസി, ദൈവം നിങ്ങളെ ഉറപ്പിക്കുക. ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കർത്താവിന് നന്ദി പറഞ്ഞേ. മൂന്നാമതൊരു കാറ്റിന്റെ പ്രത്യേകത ഉറപ്പിക്കുന്ന കാറ്റ്. നാലാമതൊരു കാറ്റിന്റെ പ്രത്യേകതയാണ് ആമേശ്വരം. സംഖ്യാപുസ്തകം 11:31 കാണുന്നു, ആഹാരം തരുന്ന കാറ്റ്. സ്തോത്രം പറ, സ്തോത്രം പറ. 40-ലധികം ലക്ഷം ജനങ്ങൾ, ഇസ്രായേൽ ജനങ്ങൾ നിലനിൽക്കുമ്പോൾ ഇസ്രായേൽ ജനത്തിന്റെ ജീവിതത്തിന്റെ നടുവിൽ അവർ ചോദിച്ചു, ഈ മരുഭൂമിക്കകത്ത് ദൈവത്തിന് ഞങ്ങൾക്ക് ഇറച്ചി നൽകി തരാൻ പറ്റുമോ? അവർ ചോദിച്ചു, ഈ മരുഭൂമിയിൽ ദൈവത്തിന് ഞങ്ങൾക്ക് ആഹാരം തരാൻ പറ്റുമോ? നിന്റെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള മറുപടി ദൈവം തരും. അന്ന് രാത്രി ദൈവം ഒരു കിഴക്കൻ കാറ്റിനെ അടുപ്പിച്ച് കടലിന്റെ അടുത്തട്ടിൽ കിടന്ന ലിബിയാദാന്റെ തലയെ തകർത്തെറിഞ്ഞുകൊണ്ട് അതിനെ ചിറകമുളപ്പിച്ച് ജീവൻ വെപ്പിച്ചുകൊണ്ട് ദൈവം ഇസ്രായേൽ കൂടാരത്തിന്റെ അകത്ത് പറത്തിയിറക്കിയെങ്കിൽ ഇന്ന് പകൽക്കാലം വിശ്വസിക്കുക, ദൈവത്തിന്റെ ജനമേ, ആഹാരം തരുന്നൊരു കാറ്റുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം നീ ചോദിച്ച ചില ചോദ്യങ്ങൾക്കുള്ള മറുപടിയുമായി, ജീവനുള്ള ചില മറുപടിയുമായി നിന്റെ കൂടാരത്തിന്റെ അകത്ത് ദൈവ സാന്നിധ്യം വെളിപ്പെടാൻ പോകുന്നു. സ്തോത്രം പറഞ്ഞാട്ടെ, സ്തോത്രം പറഞ്ഞാട്ടെ. യോബിന്റെ ജീവിതത്തിൽ 38-ാം അധ്യായത്തിന്റെ അകത്ത് നാം കാണുന്നു, മടക്കി തരുന്ന കാറ്റ് വെളിപ്പെട്ടു. സ്തോത്രം പറഞ്ഞാട്ടെ. കൊടുങ്കാറ്റിൽ നഷ്ടപ്പെട്ടതിനെയൊക്കെ ചുഴലിക്കാറ്റിന്റെ അകത്ത് മടക്കി തരുന്ന ദൈവത്തിന്റെ കാറ്റ് വെളിപ്പെട്ടു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിന്റെ അകത്ത് നാം കാണുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്. ആമേശ്വരൻ 2-ാം അധ്യായത്തിന്റെ അകത്ത് കാണുന്നു, ആമേൻ, ഒരു കാറ്റ് അതിന്മേൽ അടിച്ചു, ആ വീട് മുഴുവൻ നിറച്ചു. അഗ്നിജാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷനായി. അവരെല്ലാവരും അന്യഭാഷകൾ സംസാരിച്ചു തുടങ്ങി. എന്താണെന്നറിയാവോ? മർക്കോസിന്റെ മാളിക മുറിക്കകത്ത് വെളിപ്പെട്ടൊരു കാറ്റുണ്ട്. 2-ാം അധ്യായം 2-ാം വാക്യത്തിന്റെ അകത്ത് കാണുന്നു, ആ കാറ്റിന് ഇങ്ങനെ ഞാൻ ഒരു പേരിടുന്നു, അത് ഉണർവിന്റെ കാറ്റായിരുന്നു. ആ കാറ്റിനെ തടയുവാൻ ഉലകത്തിൽ ഒരു ശക്തികൾക്ക് കഴിഞ്ഞിട്ടില്ല, ആ കാറ്റിനെ തടുക്കുവാൻ ഉലകത്തിൽ ഒരു വ്യക്തികൾക്ക് കഴിഞ്ഞിട്ടില്ല. ആ വിചാരം കൊണ്ട് ജനത്തെ ഭ്രമിപ്പിക്കുന്ന ശിമിയോന്റെ മേൽ വ്യാപരിച്ച ശക്തികൾക്ക് കഴിഞ്ഞില്ല, മെലീത്തിൽ വ്യാപരിച്ച മഗതി എന്ന ദൈവശക്തിക്ക് കഴിഞ്ഞില്ല, എഫെസോസ് അടക്കി ഭരിക്കുന്ന അർത്ഥം
ആമോസിന് കഴിഞ്ഞിട്ടില്ല. ഉലകത്തിലെ ഒരു ശക്തികൾക്ക് ഉണർവിന്റെ കാറ്റിനെ തടയുവാൻ പറ്റുന്നില്ല. ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് ഇപ്പറേ അതേ മർക്കോസിന്റെ മാളിക മുറിക്കകത്ത് വെളിപ്പെട്ട ഒരു കാറ്റുണ്ട്. ഒരു ഉണർവിന്റെ കാറ്റ്, ഒരു അഭിഷേകത്തിന്റെ കാറ്റ്, ഒരു ദൈവകൃപയുടെ കാറ്റ്. അത് ഇന്ന് പകൽക്കാലം ഏലി ചർച്ചിന്റെ അകത്തുണ്ട്. കരമടിച്ച അഭിഷേകത്തോടെ ആരാധിച്ചേ. ദൈവം ചിലതിനെ എഴുന്നേൽപ്പിക്കട്ടെ. ദൈവം ചിലതിനെ എഴുന്നേൽപ്പിക്കട്ടെ. ഒരു അസാധാരണമാകുന്ന ദൈവ പദ്ധതികൾക്ക് വേണ്ടി ദൈവം ചിലതിനെ എഴുന്നേൽപ്പിക്കട്ടെ. ദൈവം ചിലത് എഴുന്നേൽപ്പിക്കാൻ പോകുക. എല്ലാവരും സ്വസ്ഥാനത്ത് എഴുന്നേറ്റുന്ന ഒരു നിമിഷം ആരാധിച്ചേ. ഇതിന്റെ അകത്ത് ജീവിപ്പിക്കുന്ന ഒരു കാറ്റ് വെളിപ്പെടുന്നു. ഇതിന്റെ അകത്ത് വഴി തുറക്കുന്ന ഒരു കാറ്റ് വെളിപ്പെടുന്നു. ഇതിന്റെ അകത്ത് ഒരു ഉണർവിന്റെ കാറ്റ് വെളിപ്പെടുന്നു. ഒരു അന്ത്യകാല ഉണർവിന് വേണ്ടി ദൈവം തന്നെ സഭയെ സജ്ജമാക്കുകയാണ്. കരമടിച്ചുകൊണ്ട് അഭിഷേകത്തോടെ ഒരു നിമിഷം ദൈവത്തെ ആരാധിച്ചേ. ഈ സമയം ദൈവ സാന്നിധ്യം നിങ്ങളുടെ അകത്ത് വെളിപ്പെടുന്ന സമയമാണ്. ദൈവ പ്രവർത്തികൾക്ക് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെ വിട്ടുകൊടുക്കുക. ദൈവ സാന്നിധ്യത്തിന് വേണ്ടി എല്ലാ കണ്ണുകളും അടച്ച് ഒരു നിമിഷം പ്രാർത്ഥിച്ച്, ഒരു നിമിഷം പ്രാർത്ഥിച്ച്, ഒരു നിമിഷം പ്രാർത്ഥിച്ച്. ആരും അങ്ങും ഇങ്ങും നോക്കി നിൽക്കരുത്. ഇന്ന് പകൽക്കാലം മർക്കോസിന്റെ മാളിക മുറിക്കകത്ത് വെളിപ്പെട്ടൊരു കാറ്റ് അഗ്നിജാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവർ ഓരോരുത്തരുടെ മേലും അത് പതിഞ്ഞു. ഇന്ന് പകൽക്കാലം നിന്റെ മേൽ പതിയപ്പെടുന്ന ഒരു ദൈവ സാന്നിധ്യം. എല്ലാ കണ്ണുകളും അടച്ച് ചില മിനിറ്റുകൾ അന്യഭാഷകളിൽ നിന്ന് പ്രാർത്ഥിച്ച്. ഇന്ന് പകൽക്കാലം ആ മർക്കോസിന്റെ മാളിക മുറിക്കകത്ത് വെളിപ്പെട്ടൊരു കാറ്റുണ്ട്. അത് ഉണർവിന്റെ കാറ്റാണ്. 2000 വർഷമായി ആ ഉണർവ് നിലനിൽക്കുകയാണ്. ഇന്ന് പകൽക്കാലം കർണാടക സ്റ്റേറ്റ് കണ്ടിട്ടില്ലാത്ത, ആമേൻ, കേരളം കണ്ടിട്ടില്ലാത്ത, ആമേൻ, ഇന്ത്യ കണ്ടിട്ടില്ലാത്ത, ലോകരാജ്യങ്ങൾ കണ്ടിട്ടില്ലാത്ത ഒരു ആത്മാവിന്റെ ഉണർവ് ഇതിന്റെ അകത്തുനിന്ന് പൊട്ടിപ്പുറപ്പെടുവാൻ പോകുകയാണ്. പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുന്നു. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും തന്റെ സഭയെ ദൈവം ഉറപ്പിക്കുന്ന ഒരു അഭിഷേകത്തിന്റെ കാറ്റ്. വിശ്വസിക്കുന്നവർ കരമടിച്ചുകൊണ്ട് ചില മിനിറ്റുകൾ അന്യഭാഷകൾ മേൽ പ്രാർത്ഥിച്ച് ദൈവം നിങ്ങളെ സ്പർശിക്കുന്ന, ദൈവം നിങ്ങളെ ഡയറക്റ്റായി തൊടുന്ന ദൈവത്തിന്റെ അഭിഷേകം. ഫയർ 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 ഫയർ. ശക്തി 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 ശക്തി. അഗ്നി 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 അഗ്നി. തൊടുന്നു 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 തൊടുന്നു. ദൈവത്തിന്റെ അതിരത്തെ തൊടുന്നു. ദൈവത്തിന്റെ ശരീരത്തെ തൊടുന്നു. ഒരു അഭിഷേകം നിന്റെ മേൽ വീഴുകയാ. ഫയർ ഫയർ പവർ. അഗ്നി 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 അഗ്നി. അന്ത്യകാലത്ത് ഞാൻ സകല ജനത്തിന്മേലും വലിയാത്മാവിനെ പകരും. അവരെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. അവരെ വൃദ്ധന്മാർ ദർശനങ്ങളെ ദർശിക്കും. ഒരു അഭിഷേകത്തിന്റെ മേൽ വീഴട്ടെ. ഒരു ദൈവ സാന്നിധ്യത്തിന്റെ മേൽ വീഴട്ടെ. പവർ. ഒരു അസാധാരണമാകുന്ന വ്യക്തിയായി ദൈവത്തിനെ എഴുന്നേൽപ്പിക്കാൻ പോവാ. ഈ കാലഘട്ടം കണ്ടിട്ടില്ലാത്ത അഭിഷേകത്തിന്റെ നിയോഗം, ഈ കാലഘട്ടം കണ്ടിട്ടില്ലാത്ത ദൈവീയമാകുന്ന ഉണർവ്. ഫയർ പവർ പവർ ഹോളി സ്പിരിറ്റ് പവർ ഹോളി സ്പിരിറ്റ്. ഫയർ ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഫയർ ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഫയർ ഇൻ ദ നെയിം ഓഫ് ജീസസ്. യഹൂദ ബാലന്മാർ കെട്ടുപൊട്ടി അവർ പുറത്തു വന്നതുപോലെ ദൈവം ചില പല്ലിക്കകൾ ദൈവത്തിനെ പുറത്തു കൊണ്ടുവരുന്നു. പവർ ഫയർ 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 ഫയർ. അതി 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 അതി. ദൈവശക്തി വ്യാപരിക്കട്ടെ. ദൈവശക്തി വ്യാപരിക്കട്ടെ. ദൈവാത്മാവിനെ തൊടുന്നു 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 തൊടുന്നു. ഒരു അഭിഷേകത്തിന്റെ മേൽ വീഴുകയാ. ഒരു ആത്മസാന്നിധ്യത്തിന്റെ മേൽ വീഴുകയാ. ഒരു ദൈവകൃപ നിന്റെ മേൽ ഒന്നിച്ചുയരുക. ഫയർ power in the name of Jesus. Power in the name of Jesus. Fire Holy Ghost. Fire Holy Spirit. Fire Holy Spirit. Deva Shadi, Deva Shadi. Deva Shadi, Deva Shadi. Deva Shadi, Deva Shadi. Fire, 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 fire. Diyalulla Abhishekam Yavarikate. Yes. Udamana Regadal Kamana Gadagada. രോഗക്കെട്ടുകളെ ഞങ്ങൾ അഴിച്ചു വിടുകയാണ്. ഫയർ ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ ദാനം, ദൈവത്തിന്റെ ദാനം. കൂടാരക്കന്മേൽ പകരപ്പെടുന്ന ദൈവത്തിന്റെ ദാനം. അഭിഷേകത്തോടെ അഭിഷേകത്തോടെ അഭിഷേകത്തോടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഒരു സാധാരണമായ ദൈവശക്തി. ഫയർ ഇൻ ദ നെയിം ഓഫ് ജീസസ്.
ഫയർ ഹോളി സ്പിരിറ്റ്. നിന്നെ വ്യത്യസ്തനാക്കി മാറ്റുന്ന ഒരു അഭിഷേകം, നിന്നെ വ്യത്യസ്തമാക്കി മാറ്റുന്ന ഒരു ദൈവ സാന്നിധ്യം. കൂടാരകതല ദൈവശബ്ദ ദൈവാത്മാവ് തൊടട്ടെ 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 തൊടട്ടെ. ഫയർ ഇൻ ദ നെയിം ഓഫ് ജീസസ്. എല്ലാ കെട്ടുകളും അടിഞ്ഞു പോട്ടെ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഉടമനാരകതൽ കമനകടകന വൈഡ ശബ്ദന ഉദരനാരക ദൂരാരകതല രീവലകർത്തന വൈഡന്താരേ സൂരന്മാരേ രീകന്താരകടന്തരകത്തെ വൈഡന്താരേ ദൂരന്മാരേ ദൈവശതി ദൈവശതി വ്യാപരിക്കുന്നു, ദൈവശതി വ്യാപരിക്കുന്നു, ദൈവശതി വ്യാപരിക്കുന്നു. അഭിഷേകം വ്യാപരിക്കുന്നു, അഭിഷേകം വ്യാപരിക്കുന്നു. ദൈവകൃപ വ്യാപരിക്കട്ടെ, ദൈവകൃപ വ്യാപരിക്കട്ടെ. ഒരു അസാധാരണമായ അഭിഷേകം നിന്നെ തൊടുകയാണ്, ഒരു അസാധാരണമായ ദൈവശക്തി നിന്നെ തൊടുകയാണ്. ഒരു ഉണർവിന്റെ കാറ്റ് ഏലിൻ ചർച്ചിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവിന്റെ അകത്ത് വീശട്ടെ. വീശുക ഈ തോട്ടത്തിന്റെ അകത്ത് ജീവനുള്ള ആവി. ദൈവം തൊടുന്നു 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 തൊടുന്നു. ദൈവ സാന്നിധ്യം തൊടുന്നു, ദൈവ സാന്നിധ്യം തൊടുന്നു, ദൈവ സാന്നിധ്യം തൊടുന്നു, ദൈവ സാന്നിധ്യം തൊടുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജീവിപ്പിക്കുന്ന കാറ്റിന്റെ കത്ത് വെളിപ്പെടട്ടെ. ജീവൻ നഷ്ടപ്പെട്ട ചില വിഷയങ്ങൾക്ക് നടുവിൽ ഒരു ഉണർവിന്റെ കാറ്റിന്റെ മേൽ വീശുകയാണ്. Fire in the name of Jesus. Fire in the name of Jesus. Fire in the name of Jesus. ദൈവാത്മാവ് തൊടട്ടെ 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 തൊടട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ എല്ലാ പാരമ്പര്യങ്ങൾ ഒരു ഉണർവിന്റെ കാറ്റ് നിന്റെ കത്ത് വ്യാപരിക്കുന്നുണ്ട്, ഒരു ജീവിപ്പിക്കുന്ന കാറ്റ് നിന്റെ കത്ത് വ്യാപരിക്കുന്നുണ്ട്. വിശ്വസിക്കുക, കർത്താവ് അത് ചെയ്യാൻ പോകുക. ഒറ്റ വാക്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ താല്പര്യപ്പെടുന്നു. നിങ്ങൾ രോഗമുള്ള ഭാഗത്ത് കരം വെച്ചു, ഒരു അത്ഭുതകരമായ സൗഖ്യം ഇപ്പോൾ സംഭവിക്കും. അവന്റെ അടിപ്പിണരാൽ ഒരു സൗഖ്യം ഇന്ന് പകൽക്കാലം നിന്റെ മേൽ വീഴും. ദൈവനോട് പറയുന്നു, ജീവിപ്പിക്കുന്ന ഒരു കാറ്റ്. പലതും അവസാനിച്ച സ്ഥാനത്തുനിന്ന് ഏലിം ചർച്ചിന്റെ അകത്തുനിന്ന് പരിശുദ്ധാത്മാവനോട് പറയുന്നു, ഒരു ഉണർവിന്റെ കാറ്റ്. മർക്കോസിന്റെ മാലി മുറിക്കകത്തുനിന്ന് വെളിപ്പെട്ടു വന്നതുപോലെ ദൈവദാസനെ സ്റ്റേറ്റുകളും പട്ടണങ്ങളും ഭൂഖണ്ഡങ്ങളും നിങ്ങളുടെ മിനിസ്ട്രിക്ക് വേണ്ടി കാത്തിരിക്കുക. യെരൂശലേം ദൈവമനുഷ്യനെ നിങ്ങളുടെ മനസ്സിന്റെ അകത്ത് വേദനകളെ കൊണ്ടെത്തിച്ചെങ്കിൽ ദൈവം പറഞ്ഞ ചില പ്രോമിസ് ലാൻഡുകൾ, ദൈവം പറഞ്ഞ റോം, ചില വാഗ്ദത്തങ്ങൾ വെളിപ്പെടാൻ പോവുകയാണ്. ഇന്ന് പകൽക്കാലം കർത്താവേ, ഈ ജനത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ജീവിപ്പിക്കുന്ന കാറ്റ് വരെ മേൽ വെളിപ്പെട്ടതിനായി നന്ദി. ആഹാരം കൊടുക്കുന്ന കാറ്റ് വെളിപ്പെട്ടതിനായി, വഴി തുറക്കുന്ന കാറ്റ് വെളിപ്പെട്ടതിനായി നന്ദി. മടക്കി തരുന്ന കാറ്റ് വെളിപ്പെട്ടതിനായി നന്ദി. ഉണർവിന്റെ കാറ്റ് നിന്റെ അകത്ത് ആരംഭിച്ചതിനായി നന്ദി. ഇപ്പോൾ ഞാൻ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ healing power in the name of Jesus. ഇപ്പോൾ സൗഖ്യമുണ്ടാകട്ടെ. ഇതിന്റെ അടിപ്പിണരാൽ സൗഖ്യം വന്നിരിക്കുന്നു. അതേ പരിശുദ്ധാത്മാവ് നിങ്ങളെ തൊടുന്നു. ഇപ്പോൾ ആ വേദന നിങ്ങളുടെ ശരീരമണ്ഡലം വിട്ടുമാറുന്നു. ആ വാൽവിന്റെ പ്രശ്നം ദൈവം എടുത്തു കളയുന്നു. യൂട്രസിന്റെ അകത്ത് ചില സിസ്റ്റുകൾ ദൈവം അപ്രത്യക്ഷമാകും. ഷോൾഡർ പെയിനുകൾ യേശുവിന്റെ നാമത്തിൽ ക്യാൻസലാകും. മരണകരമായി കയറി വന്ന പലതിനെയും ദൈവം തടുത്തു കളയുകയാണ്. ഒരു ദൈവ സാന്നിധ്യ സൗഖ്യമായി നിങ്ങളുടെ അകത്ത് വെളിപ്പെടുന്നു. മുട്ടുകൾക്കുണ്ടാകുന്ന ചില വേദനകൾ ഇപ്പോൾ ഹീലാകുകയാണ്. ഞാൻ പ്രാർത്ഥിക്കുന്ന കർത്താവേ, എല്ലാ രോഗത്തിന്റെ ആത്മാവും തന്റെ ജനത്തെ വിട്ട് വഴിമാറിയതിനായി നന്ദി. കുഞ്ഞാടെ നീ അറക്കപ്പെട്ടു, നിന്റെ രക്തത്താൽ ദൈവം ഞങ്ങൾക്ക് ചെയ്യാൻ തന്നതിനായ സ്തോത്രം. മഹത്വം അങ്ങേക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവിന്റെ ദാസനോടും ദൈവസഭയോടുള്ള നന്ദി അറിയിക്കുന്നു. ഈ ദിവസങ്ങളിൽ ഇവിടെ കടന്നു വന്നത് ശുശ്രൂഷതും വ്യക്തിപരമായി 2 പ്രാവശ്യം എനിക്ക് വളരെ അനുഗ്രഹമാണ്. വിശേഷാൽ കർത്താവിന്റെ ദാസ ശുശ്രൂഷകൾക്കിടയ്ക്ക് എന്നെ വിളിച്ചു.
വലിയൊരു ദൈവശക്തി എൻ്റെ മേലും പകർന്നു. വളരെ സന്തോഷത്തോടെ മടങ്ങി പോകുമ്പോൾ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. പിതാവിന് തുല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന കർത്താവിൻ്റെ ദാസനും തൻ്റെ കുടുംബത്തോടുമുള്ള അകമഴിഞ്ഞ സ്നേഹത്തെയും നന്ദിയും ഞങ്ങൾ അറിയിക്കുകയാണ്. ഞങ്ങളുടെ ശുശ്രൂഷയിൽ ഏതെങ്കിലും മേഖലയിൽ കയറിയിട്ടുണ്ടെങ്കിൽ പലപ്പോഴും ദൈവദാസൻ പലതും ഞങ്ങളെ കറക്റ്റ് ചെയ്യാറുണ്ട്. അതൊക്കെ ഞങ്ങൾ സ്വീകരിക്കാറുണ്ട്. അതെല്ലാം ഞങ്ങൾക്ക് അനുഗ്രഹമാണ്. ഇതൊരു മുഖസ്തുതി പറഞ്ഞതല്ല. ഞങ്ങളെ ഒരു ശുശ്രൂഷകൻ എന്ന നിലവാരം, ഞങ്ങളൊരു കുഞ്ഞുങ്ങൾ എന്ന നിലവാരത്തിൽ ഞങ്ങൾ ഉപദേശിക്കാറുണ്ട് പല കാര്യത്തിലും. അത് അനുഗ്രഹമാണ്. കർത്താവിൻ്റെ ദാസനുള്ള നന്ദി അറിയിക്കുന്നു, ദൈവസഭയുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം ധാരാളമായി മാനിക്കട്ടെ. ആമേൻ. താങ്ക് യു. എല്ലാവർക്കും ഇരിക്കാം. Lord, I love to sing your praise.